السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽ ഇർഷാദ് ഇലാ സ്വഹീഹിൽ ഇഅ്തിഖാദ് എന്ന കിതാബ് അടിസ്ഥാനമാക്കിയുള്ള നമ്മുടെ അഖീദ പഠന പരമ്പരയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് സൂഉൽ ളന്നി ബില്ലാഹ് എന്നതിൻ്റെ വിശദാംശങ്ങളാണ്. പടച്ച റബ്ബിനെ കുറിച്ചുള്ള തെറ്റായ വിചാരങ്ങൾ, അതിന് വ്യത്യസ്തമായ തലങ്ങൾ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് വിവരിച്ചത് സവിസ്തരം നമ്മൾ മനസ്സിലാക്കി. അഥവാ തൗഹീദ് വിരുദ്ധമായി വരുന്ന കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഒന്നാമത്തെ കാര്യമാണ് അള്ളാഹിനെ പറ്റിയുള്ള തെറ്റായ വിചാരങ്ങൾ. രണ്ടാമത്തെ കാര്യമാണ് ഇനി നമുക്ക് ഇന്ന് വായിക്കാനുള്ളത് അൽ ഇസ്തിഹ്സാഉ ബിശൈഇൻ ഫീഹി ദിക്റുല്ലാഹ്. അൽ ഇസ്തിഹ്സാഉ പരിഹസിക്കൽ, ബിശൈഇൻ വല്ലതിനെയും, ഫീഹി ദിക്റുല്ലാഹ് അള്ളാഹുവിൻ്റെ ദിക്ർ ഉൾക്കൊള്ളുന്ന, റബ്ബിനെ കുറിച്ച് പറയുന്ന, റബ്ബിനെ കുറിച്ച് സ്മരിക്കുന്ന വല്ലതിനെയും പരിഹസിക്കുക. ഖുർആനിനെ, ഹദീസുകളെ, അതേപോലെ ദീനിൻ്റെ ചിഹ്നങ്ങളെ, പടച്ച റബ്ബിൻ്റെ നാമങ്ങളെ, ഇങ്ങനെ അള്ളാഹിനെക്കുറിച്ച് പരാമർശിക്കുന്ന വല്ലതിനെയും പരിഹസിക്കുക. അത് തൗഹീദിന് വിരുദ്ധമായ നിലപാടാണ്. ആത്മാർത്ഥമായി തൗഹീദുള്ള ശരിയായ അഖീദ സ്വീകരിച്ച പടച്ച റബ്ബിനെ കൃത്യമായി ബോധ്യമുള്ള ഒരാളും അള്ളാഹുവിനെ പരിഹസിക്കാൻ ഒരിക്കലും തയ്യാറാവുകയില്ല. അപ്പോൾ റബ്ബിനെ പരിഹസിക്കലും റബ്ബിൻ്റെ നാമങ്ങളുമായി ബന്ധപ്പെട്ട, റബ്ബിൻ്റെ ദിക്ർ സ്മരണയുമായി ബന്ധപ്പെട്ട വല്ലതിനെയും പരിഹസിക്കലുമൊക്കെ യുനാഫി അത്തൗഹീദ്, തൗഹീദിന് ഘടകവിരുദ്ധമായ കാര്യമാണ് എന്നാണ് ഈ രണ്ടാമത്തെ പോയിൻ്റായി ഇവിടെ ഷെയ്ഖ് ഹഫിദഹുല്ലാ വിശദീകരിക്കുന്നത്. യജിബു അലൽ മുസ്ലിമി, മുസ്ലിമിന് നിർബന്ധമാണ് ഇഹ്തിറാമു കിതാബില്ലാഹി വസുന്നത്തി റസൂലിഹി വഉലമാഇൽ മുസ്ലിമീൻ. ഇഹ്തിറാമു കിതാബില്ലാഹ്, അള്ളാഹുവിൻ്റെ കിതാബിനെ ആദരിക്കുക എന്നത് ഒരു മുസ്ലിമിന് നിർബന്ധമാണ്. വസുന്നത്തി റസൂലിഹി, അവൻ്റെ റസൂലിൻ്റെ സുന്നത്തിനെയും ആദരിക്കൽ. വഉലമാഇൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ഉലമാഇനെയും ആദരിക്കൽ ബാധ്യതയാണ്. കാരണം അവർ കിതാബും സുന്നത്തും പഠിപ്പിക്കുന്നവരാണ്, അത് പ്രചരിപ്പിക്കുന്നവരാണ്. അതുകൊണ്ട് കിതാബ്, സുന്നത്ത്, അതുമായി ബന്ധപ്പെടുന്ന അതിൻ്റെ ഇൽമുള്ള ആളുകൾ, ഉലമാ ഉൽ മുസ്ലിമീൻ, അവരെയും ആദരിക്കുക എന്നത് മുസ്ലിമീങ്ങൾക്ക് നിർബന്ധമുള്ള കാര്യമാണ്. അതോടൊപ്പം അവൻ അറിയലും നിർബന്ധമാണ്. വയജിബു അൻ യഅരിഫ എന്നർത്ഥം. വയഅരിഫ എന്നുള്ളത് വയജിബു അൻ യഅരിഫ, അറിയലും നിർബന്ധമാണ്. എന്തറിയണം? ഹുക്മ മൻ ഇസ്തഹ്സഅ ബിശൈഇൻ, വല്ലതിനെയും പരിഹസിച്ചവൻ്റെ ഹുക്മ് അറിയണം. ഫീഹി ദിക്റുല്ലാഹ്, അള്ളാഹുവിൻ്റെ ദിക്ർ ഉൾക്കൊള്ളുന്ന വല്ലതിനെയും പരിഹസിച്ചവൻ. അവിൽ ഖുർആനി അവിൽ റസൂലി, ഖുർആനെ പരിഹസിച്ചവൻ, റസൂലിനെ പരിഹസിച്ചവൻ, അവൻ്റെയൊക്കെ ഹുക്ം എന്താണ് എന്ന് അറിയൽ മുസ്ലിമിന് നിർബന്ധമാണ്. രണ്ട് കാര്യം പറഞ്ഞേ. ഒന്ന്, അള്ളാഹുവിൻ്റെ കിതാബിനെയും സുന്നത്തിനെയും ഉലമാഇനെയും ആദരിക്കൽ നിർബന്ധമാണ്. രണ്ട്, അത്തരം മേഖലകളെ പരിഹസിച്ചാൽ എന്താണ് അവൻ്റെ ഹുക്മുണ്ടാവുക അത് അറിയലും നിർബന്ധമാകുന്നു. എന്തിനാണ്? ലിയകൂനൽ മുസ്ലിമു അലാ ഹദ്രിൻ മിൻ ദാലിക, ആ കാര്യത്തിൽ
ഒരു ജാഗ്രത പാലിക്കുവാൻ, സൂക്ഷ്മത പാലിക്കുവാനാകുന്നു. അത് ആർക്കും അറിയുമ്പോഴാണല്ലോ സംസാരത്തിൽ അത്തരം പദപ്രയോഗങ്ങൾ വരാതൊക്കെ ശ്രദ്ധിക്കുക. മറ്റേ ചിലപ്പോൾ അറിയാതെ തമാശക്ക് അള്ളാഹിനെ കളിയാക്കി പോകും, റസൂലിനെ കളിയാക്കി പോകും, ഖുർആനെ കളിയാക്കും, ഹദീസിനെ കളിയാക്കും. അതൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ നിമിത്തമായേക്കാവുന്ന കാര്യങ്ങളാണ്. റബ്ബിൻ്റെ സ്മരണയെ, റബ്ബിൻ്റെ ദിക്റിനെ വല്ലവനും പരിഹസിച്ചാൽ, അവിൽ ഖുർആൻ അല്ലെങ്കിൽ ഖുർആനെ പരിഹസിച്ചാൽ, അവിൽ റസൂൽ അല്ലെങ്കിൽ റസൂലിനെ പരിഹസിച്ചാൽ, ഔ ബിശൈഇൻ മിനസ് സുന്നത്തി സുന്നത്തിൽ സ്ഥിരപ്പെട്ട വല്ലതിനെയും പരിഹസിച്ചാൽ, ഫഖദ് കഫറ ബില്ലാഹി അസ്സ വജല്ല, അവൻ പടച്ച റബ്ബിൽ അവിശ്വസിച്ചിരിക്കുന്നു. ദീൻ സ്ഥിരപ്പെട്ടൊരു കാര്യം, മതത്തിൻ്റെ ഭാഗമാണെന്ന് അംഗീകരിക്കപ്പെട്ട അറിയപ്പെട്ടൊരു കാര്യം, അതിനെ പരിഹസിക്കുക എന്നുള്ളത് അവന് ഈമാനില്ല എന്നതിൻ്റെ ലക്ഷണമാണ്. ഓൻ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും, അത് വേറെ കാര്യം. ആ സുന്നത്തോ ജീവിതത്തിൽ പഠിക്കുന്നുണ്ടാവും, പക്ഷെ ആ സുന്നത്ത് അവന് പരിഹസിക്കുന്നു. അത് ഈമാനില്ല, ശരിയായ ഉറച്ച വിശ്വാസമില്ല എന്നതിനുള്ള ലക്ഷണമായിട്ടാണ് കണക്കാക്കപ്പെടുക. കാരണം അവൻ അള്ളാഹിൻ്റെ റുബൂബിയത്തിനെയും നബിയുടെ റിസാലത്തിനെയും അവൻ നിസ്സാരവൽക്കരിക്കുകയാണ് അതിലൂടെ ചെയ്യുന്നത്. അവൻ നബിയെ അങ്ങേറ്റം ആദരിക്കുന്ന നിർബന്ധമാണ്. ആ നബിയുടെ ദറജയോട്, സ്ഥാനത്തോട് യോജിക്കാത്തതാണ് നബിയെക്കുറിച്ച് അത്തരം പദപ്രയോഗങ്ങൾ നിർവഹിക്കൽ. അത് ഓരോ പാർശ്വന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരി, നബികളെ പറ്റി അങ്ങനത്തെ പദപ്രയോഗം നടത്തിയാൽ, അള്ളാഹിനെ കുറിച്ച് അത്തരം പദപ്രയോഗം നടത്തിയാൽ അവൻ അള്ളാഹുവിനും റസൂലിനെയും നിസ്സാരവൽക്കരിച്ചവനാണ്. നിസ്സാരവൽക്കരിച്ചാൽ അത് ഈമാനിന് വിരുദ്ധമാണ്. ഈമാനുള്ളവർക്ക് ചെയ്യാൻ കഴിയില്ല. ഈമാനുള്ളവൻ അള്ളാഹിനെ ആദരിക്കും, റസൂലിനെ ആദരിക്കും, മതചിഹ്നങ്ങളെ ആദരിക്കും. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആദരിക്കുക എന്നത് കൽബിൽ തഖ്വയുണ്ട് എന്നതിൻ്റെ അടയാളമാകുന്നതാണ്. അപ്പോൾ തിരിച്ചു പറഞ്ഞാൽ മതചിഹ്നങ്ങളെ അനാദരിക്കുക എന്നുള്ളത് തഖ്വ ഇല്ല എന്നതിൻ്റെ അടയാളമാണ്. അത് അവിടെ തൗഹീദിന് വിരുദ്ധമാണ്. കുഫ്റുമാണ് അക്കാര്യത്തിൽ പണ്ഡിതന്മാരുടെ ഇജ്മാ ഉണ്ട്. എല്ലാ പണ്ഡിതന്മാരെയും ഏകോപിച്ച കാര്യമാണ്. അള്ളാഹിന്റെ കിതാബിനെയോ റസൂലിന്റെ സുന്നത്തിനെയോ അള്ളാഹുവിനെയോ റസൂലിനെയോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയോ പരിഹസിക്കുന്നുവെങ്കിൽ അത് കുഫ്റാണെന്ന കാര്യത്തിൽ ഇജ്മാ ഉണ്ട്, തർക്കമില്ല എന്നർത്ഥം. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, വലഇൻ സഅൽതഹും ലയഖൂലുന്ന ഇന്നമാ കുന്നാ നഖൂദു വനൽഅബ് ഖുൽ അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ ലാ തഅ്തദിറു ഖദ് കഫർതും ബഅദ ഈമാനിക്കും. വ്യക്തമായ ഖുർആനിക വചനമാണ്. അല്ലാഹുവിനെയും റസൂലിനെയും പരിഹസിക്കുന്ന ആളുകളെ പറ്റി ഇറങ്ങിയ ആയത്ത്, മുനാഫികളെ പറ്റി ഇറങ്ങിയ ആയത്താണ്. സ്വഹാബികളെ പരിഹസിച്ചു, അപ്പോഴേ ആയത്തിറങ്ങിയത്. ഒരു അള്ളാഹിനെ കളയിക്കിട്ടില്ല, നബിയെ കളയിക്കിട്ടില്ല, സ്വഹാബിമാരെ പരിഹസിച്ചു മുനാഫിക്കുകൾ, അപ്പോഴേ ഈ ആയത്തിറങ്ങിയത്. വലഇൻ സഅൽതഹും, നബിയെ താങ്കൾ അവരോട് ചോദിച്ചാൽ, ലയഖൂലുന്ന, അവർ പറയും, ഇന്നമാ കുന്നാ നഖൂദു വനൽഅബു, ഞങ്ങൾ വെറുതെ കളിയായി തമാശയായി സംസാരത്തിൽ മുഴുകിക്കൊണ്ടങ്ങനെ പറഞ്ഞു പോയതാ നബിയെ, ഞങ്ങൾ പരിഹസിക്കാൻ ഉദ്ദേശിച്ചതല്ല, ഓലങ്ങനെ മോശമാക്കാൻ വിചാരിച്ചതല്ല. അതൊക്കെ സംസാരം മധ്യേ അങ്ങനെ പറഞ്ഞപ്പോൾ, അങ്ങനെയാണ് തമാശ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാണെന്ന് പറയും. എങ്കിൽ ഖുൽ, നബിയെ താങ്കൾ ചോദിക്കുക, അബില്ലാഹി വആയാതിഹി വറസൂലിഹി, അള്ളാഹുവിനെയാണോ അവൻ്റെ ആയത്തുകളെയാണോ അവൻ്റെ റസൂലിനെയാണോ കുന്തും തസ്തഹ്സിഊൻ, നിങ്ങൾ പരിഹസിക്കുന്നത് എന്ന് ചോദിച്ചു നോക്കുക. താഴെയുണ്ട്, ലാ തബൂക്ക് യുദ്ധമാണ് വരുന്നുണ്ട്, ലാ തഅ്തദിറു, നിങ്ങൾ ഒരു ഒഴി കഴിവും പറയേണ്ടതില്ല, ഒരു എക്സ്ക്യൂസും പറയേണ്ടതില്ല, ഖദ് കഫർതും, നിങ്ങൾ അവിശ്വാസികളായിരിക്കുന്നു, ബഅദ ഈമാനിക്കും, ഈമാന് ശേഷം നിങ്ങൾ കുഫ്റിലേക്ക് പോയിരിക്കുന്നു, ഇനി ഒരു എക്സ്ക്യൂസും പറയേണ്ടതില്ല എന്നുള്ള ആയത്തിറക്കി. അപ്പം അവർ പക്ഷെ പരിഹസിക്കാൻ ഉദ്ദേശമില്ലെങ്കിൽ പോലും, അള്ളാഹിനെ കളിയാക്കാൻ വിചാരിച്ചൊന്നുമല്ല, പക്ഷെ പറഞ്ഞൊരു വാക്ക് അള്ളാഹിനെ പരിഹസിക്കുന്ന വാക്കാണ് എങ്കിൽ പോലും അത് വിശ്വാസത്തിന് തൗഹീദിന് വിരുദ്ധമാണ്. ഈ സംഭവം ഈ വിശേഷമായ രണ്ട് ആയത്തുകൾ ഇറങ്ങാനുള്ള കാരണം അത് വന്നിട്ടുണ്ട്. അന്നഹു മാ ഹസല മിനൽ മുനാഫിഖീന ഫീ ബഅദിൽ വസ്വാത്ത്, ചില യുദ്ധങ്ങളിൽ
മുനാഫിഖിൽ നിന്നുണ്ടായ ചില പരാമർശങ്ങളാണ് കാരണം. മിൻ സുഖ്രിയത്തിൻ ബിർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബിഹി, നബിയെയും നബിയുടെ സ്വഹാബത്തിനെയും പരിഹസിക്കുന്ന ചില പദപ്രയോഗങ്ങൾ യുദ്ധവേളയിൽ ചില മുനാഫിക്കുകൾ പരാമർശിച്ചു പോയി. അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത്. വിശദമായി താഴെ വരുന്നത് ഫഖദ് റവാ ഇബ്നു ജരീരിൻ വഗൈറുഹു. ഇബ്നു ജരീർ എന്നത് ഇമാം തബരി, ഇബ്നു ജരീർ തബരിയാണ് ഇബ്നു ജരീർ എന്നറിയപ്പെടുന്നത്. ഒന്നാമത്തെ മുഫസ്സിറാണ്. ഖുർആൻ ഫാത്തിഹ മുതൽ നാസ് വരെ ഒന്നിച്ച് ഒരേ കിതാബിലായി തഫ്സീർ എഴുതി അത് ക്രോഡീകരിച്ച ആളാണ് ഇമാം തബരി. അതിന് മുമ്പ് ഇബ്നു അബ്ബാസ് മുതലൊക്കെ മുഫസ്സിറുകളാണ്. അവരെ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ആയത്തോലൊന്നും പഠിപ്പിച്ചു കൊടുത്താണ്. ഇദ്ദേഹം എഴുതിയതാണ്. ശേഷക്കാർക്കെല്ലാം കിട്ടുമാറ് കംപ്ലീറ്റ് ഖുർആൻ കംപ്ലീറ്റ് തഫ്സീർ എഴുതാൻ തീരുമാനിച്ചു. ഒന്നാമത്തെ തഫ്സീർ അങ്ങനെ ക്രോഡീകരിച്ച് എഴുതി തയ്യാറാക്കിയ ഒന്നാമത്തെ തഫ്സീർ ഇമാം തബരിയുടെ തഫ്സീർ. അതിന് മുമ്പ് ചിലരൊക്കെ ചില സൂറത്തുകൾ എഴുതിയിട്ടുണ്ട്, ചില ഭാഗങ്ങൾ എഴുതിയിട്ടുണ്ട്. ഖുർആൻ കംപ്ലീറ്റ് എഴുതിയത് ഇമാം തബരിയാണ്. ഹിജ്റ 310 ഇമാം തബരി വഫാത്തായത്, 90-ാമത്തെ വയസ്സിൽ. ഇബ്നു അബ്ബാസ് കിതാബ് എഴുതിയില്ല. ഇബ്നു അബ്ബാസ് കിതാബ് എഴുതിയില്ല. ഇബ്നു അബ്ബാസ് താബഈങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു ഖുർആൻ കംപ്ലീറ്റ് ആശയങ്ങൾ. കിതാബിൽ എഴുതിക്കൊണ്ട് അത് മൊത്തം തഫ്സീർ ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച ഒന്നാമത്തെ തഫ്സീർ കിതാബ് തഫ്സീർ തബരി. കിതാബിൻ്റെ പേര് ജാമിഉൽ ബയാൻ ഫി തഅ്വീലി ആയിൽ ഖുർആൻ. ജാമിഉൽ ബയാൻ ഫി തഅ്വീലി ആയിൽ ഖുർആൻ എന്ന പേരിലാണ് അദ്ദേഹം ക്രോഡീകരിച്ചത്. എല്ലാവരും ഉണ്ട്, സ്വഹാബികളും താബഈങ്ങളും തഫ്സീറാണ് അവരപ്പം ഫുള്ള്. എല്ലാം സനദടക്കേ പറയുള്ളൂ. അതാണ് തഫ്സീർ തബരിയുടെ പ്രത്യേകത. ഏത് ഒരു ആയത്ത് പറയും, ഈ ആയത്തിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറയും. ഒരു ആയത്ത് പറഞ്ഞിട്ട് ഈ ഒരു പദം എടുക്കും. അപ്പോൾ അതിൻ്റെ ആശയം ഇതാണ്, ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് ആര് പറഞ്ഞു? അപ്പോൾ സ്വഹാബി പറഞ്ഞു, അത് താബഈ പറഞ്ഞു, അത് നബി പറഞ്ഞു, അത് സനദടക്കം പറയും. ഇമാം തബരി മുതൽ നബി വരെ എത്തുന്ന സനദ്, അല്ലെങ്കിൽ സ്വഹാബി എത്തുന്ന സനദ്, അത് 6, 5, 6, 7, 8, 10 സനദ് ഉണ്ടെങ്കിൽ അതെല്ലാം സനദടക്കം കൊടുക്കും. എന്നിട്ട് പറയും ഇങ്ങനെയും ഒരു അഭിപ്രായമുണ്ട്, ദിക്റുമങ്കാലതാലിക്, അത് പറഞ്ഞവർ എന്ന് പറഞ്ഞിട്ട് അതാര് പറഞ്ഞു? അത് 33 വാള്യം. അദ്ദേഹം തീരുമാനിച്ചത് 1000 വാള്യമായിരുന്നു. ഇമാം തബരി തഫ്സീർ തീരുമാനിച്ച് അദ്ദേഹം അതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാലോചിച്ച് ശിഷ്യന്മാരോട് മുഷാവറ ചെയ്തു, ഞാനിങ്ങനെ തഫ്സീർ എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എല്ലാം നല്ല കാര്യം. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ ഉസ്താദ് എത്ര ഉണ്ടാവും എന്ന് ചോദിച്ചു. ഒരു ചുരുങ്ങിയതൊരു 1000 വാള്യം ഉണ്ടാകുന്നത്. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞ ഉസ്താദ് 1000 വാള്യം എഴുതണമെങ്കിൽ ആയുസ് ഉണ്ടാകുമെന്ന് ഉറപ്പില്ലല്ലോ, എത്ര കാലം ജീവിക്കുന്ന അറിയില്ല. അതുകൊണ്ട് ഒരു പക്ഷേ ഇത് നിങ്ങൾക്ക് എഴുതിയിട്ട് പൂർത്തിയാക്കി കഴിഞ്ഞില്ലെങ്കിൽ അത് നഷ്ടമല്ലേ, അതുകൊണ്ട് കുറച്ച് ചുരുക്കിയാൽ കുറച്ചുകൂടെ പൂർത്തിയാവാൻ സാധ്യത കൂടുമല്ലോ. ആണ് അദ്ദേഹം ചുരുക്കിയതാണ് 33 വാള്യങ്ങളായിട്ട്. അതാണ് എല്ലാ തഫ്സീറുകളുടെയും ഒന്നാമത്തെ അവലംബം. തഫ്സീർ ഇബ്നു കസീർ അതിനെ അവലംബിച്ചതാണ്. അമാനി പരിഭാഷ വരെ ഒന്നാമത്തെ അവലംബം തഫ്സീർ തബരിയാണ്. തഫ്സീർ തബരി 33 വാള്യമായത് മാത്രമല്ല, എല്ലാ സ്ഥലത്തും കൊടുക്കുകയാണല്ലോ. അപ്പോൾ ഒരു പേജ് നമ്മൾ എടുത്താൽ അതിന് തഫ്സീർ കുറച്ചേ ഉണ്ടാവുള്ളൂ. ബാക്കി എന്നോട് ഇന്നാൾ പറഞ്ഞു, അവിടെ ഇന്നാൾ പറഞ്ഞു, അവിടെ ഇന്നാൾ പറഞ്ഞു, അവരോട് ഇന്നാൾ പറഞ്ഞു, അവർ ഇബ്നു അബ്ബാസ് എന്ന് കേട്ടു. ഞാൻ തന്നെ എന്നോട് മറ്റാൾ പറഞ്ഞു, അദ്ദേഹത്തോട് ഇന്നാൾ പറഞ്ഞു, അദ്ദേഹത്തോട് ഇന്നാൾ പറഞ്ഞു, ഇന്നാൾ പറഞ്ഞു, അത് ഇബ്നു അബ്ബാസ് എന്ന് കേട്ടു. ഇങ്ങനെ കൊടുത്തു പോവാണ്. അതുകൊണ്ട് സാധാരണ വ്യാപകമായി ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. ഈ സനദും കാര്യമൊക്കെ അറിയണമൊക്കെ ഇതങ്ങനെ ഉപകാരപ്പെടുള്ളൂ. അല്ലാത്ത സമയത്ത് ഇതൊക്കെ വായിച്ചിട്ട് സ്വഹിയാണോ അല്ലേ ഇവിടെ ചൈത്തൊന്നും അറിയാത്തവരെ സംബന്ധിച്ച് അത് അത്ര അധികം ആളുകൾ വ്യാപകമായി ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായി. അതിനെ ഒന്നും കൂടി ഷോർട്ടാക്കിയിട്ടാണ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് തഫ്സീർ എഴുതിയത്. തബരിയുടെ അതേ റൂട്ടിൽ സനദൊക്കെ ഇബ്നു കസീർ പരിശോധിച്ചു, എല്ലാ സനദും പരിശോധിച്ചു, ദഈഫായത് ഒഴിവാക്കി സ്വഹീഹ് മാത്രം എടുത്ത് എന്നിട്ട് സനദാണ് കട്ട് ചെയ്തിട്ട് ബാക്കി അദ്ദേഹം കൊടുത്തു. ഇബ്നു കസീർ 4 വാള്യം. അദ്ദേഹം സനദ് ഫുള്ള് ഒഴിവാക്കി. അദ്ദേഹം ആദ്യം പറഞ്ഞു സ്വഹീഹാണ് എന്ന് ബോധ്യമുള്ളത് മാത്രമേ ഞാൻ പറയുള്ളൂ, അല്ലാത്ത പറയില്ല. അപ്പോൾ ധൈര്യമായി എവിടെയെങ്കിലും നല്ല ദഈഫായതും ഉണ്ടെങ്കിൽ ഞാൻ അവിടെ സൂചിപ്പിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. എന്നാൽ മാനുഷികമായ ചില പോരായ്മ ഉണ്ടാവാം. ഒരാൾ എത്ര പഠിച്ചാലും ചിലതൊക്കെ ഒരു പക്ഷേ അബദ്ധം പറ്റി പോകാമല്ലോ. അപ്പോൾ ഈ സനദ് മൊത്തം ഒഴിവാക്കിയിട്ട് അതിൻ്റെ ആ വൽഹാസിൽ കണ്ടന്റ് മാത്രം എടുത്തിട്ട് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് കുറച്ചുകൂടി ഇമാം തബരി ഉദ്ധരിക്കാത്തത് കൂടി മറ്റു പല സ്വഹാബിയൊന്നും താബിയൊന്നും കിട്ടിയൊക്കെ ഇവിടെ വെച്ചുകൊണ്ടാണ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഇബ്നു കസീർ
ക്രോഡീകരിച്ചത് 4 വാള്യമായിട്ട്. അത് പിന്നെ പിൽക്കാലത്ത് പതിലും ഷോർട്ടാക്കിയിട്ടുണ്ട്. തഫ്സീർ ഇബ്നു കസീറിനെ വ്യത്യസ്തമായ പണ്ഡിതന്മാർ ഈ കാലത്തടക്കം ഷോർട്ടാക്കി ഒറ്റവാള്യമാക്കി കൊണ്ടുവന്ന ഗുസ്തു തഹരീർ, ഫി ഇഖ്തിസാർ ഇബ്നു കസീർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യത്യസ്തമായ പേരുകളിൽ അത് പിന്നെ ഇസ്ബാഹുൽ മുനീർ പോലെ ഗുസ്തു തഹരീർ പോലെ സൈദ് സ്വതന്ത്രമായതാണ്. പക്ഷെ അവരൊക്കെ അവലംബം തഫ്സീർ ഇബ്നു കസീർ തന്നെയാണ്. പിന്നീട് വന്ന എല്ലാവരും തഫ്സീർ എഴുതിയവരൊക്കെ കാര്യമായി അവലംബിച്ച ഒരു അവലംബം തഫ്സീർ ഇബ്നു കസീറാണ്. കാരണം സ്വന്തമായി വ്യാഖ്യാനമില്ല. തഫ്സീർ 2 ഐറ്റം ഉണ്ടാകാം. ഒരു തഫ്സീറും റിവായ, റിവായത്ത് മഅ്സൂറായ തഫ്സീർ, നബിയിൽ നിന്ന് വന്ന സ്വഹാബത്തിൽ നിന്ന് വന്ന താബിഈങ്ങളിൽ നിന്ന് വന്ന വ്യാഖ്യാനങ്ങളെ അടിസ്ഥാനമാക്കി എഴുതി പോകുന്നത്. മറ്റൊന്ന് പിന്നെ റഈ, സ്വന്തം യുക്തിയും ബുദ്ധിയും വെച്ചുകൊണ്ട് ഇതിന് വ്യാഖ്യാനിക്കുന്ന ആളുകൾ ചെയ്യാൻ പാടില്ല. അത് വേറെ കാര്യം. ഇൽമുൽ കലാമിൻ്റെ ഈ ഫിലോസഫിയുടെ ആളുകളൊക്കെ ആ വഴിയാണ് സ്വീകരിക്കും. ഇപ്പം റാസിയൊക്കെ അതാണ്, റാസിയൊക്കെ അതാ ചെയ്യാം. ആ പദത്തിൽ നിന്ന് എന്താ കിട്ടുക നോക്കും. അപ്പോൾ ആ പദത്തിൽ നിന്ന് കിട്ടുന്നൊക്കെ പാടെ ഉള്ളിലേക്ക് ഇങ്ങനെ പോയി ഒരുപാട് വാരി കൂട്ടി കൊണ്ടതാണ് തഫ്സീർ റാസിയൊക്കെ. അതുകൊണ്ടാണ് തഫ്സീർ റാസിയെ പറ്റി അബൂ ഹയ്യാൻ റഹിമഹുല്ല, അതേപോലെ പിന്നെ ഇബ്നു തൈമിയ്യ റഹിമഹുല്ല അവരൊക്കെ പറഞ്ഞു ഫീഹി കുല്ലു ഷൈഇൻ ഇല്ല തഫ്സീർ, അതിലെല്ലാം ഉണ്ട്, തഫ്സീർ ഒഴിച്ചതാണ്, ബാക്കിയൊക്കെ ഉണ്ട്. കാരണം തഫ്സീറിൻ്റെ ഒരു മര്യാദകൾ പാലിക്കാതെയാണ് അവരതിലേക്ക് പോയത്. എന്നാൽ മറ്റേതല്ല, തഫ്സീറിൻ്റെ റൂട്ട്. കാരണം ഖുർആൻ വ്യാഖ്യാനിക്കാൻ നിബന്ധനയുണ്ട്. ഖുർആൻ വ്യാഖ്യാനിക്കാൻ 1 ഖുർആൻ കൊണ്ട് വിശദീകരിക്കണം, 2 ഖുർആൻ ഹദീസ് കൊണ്ട് വിശദീകരിക്കണം, 3 ഖുർആനിനെ സ്വഹാബത്തിൻ്റെയും താബിഈങ്ങളുടെയും തഫ്സീർ കൊണ്ട് വിശദീകരിക്കണം. അല്ലാതെ വെറുതെ ഒരു ആയത്തെടുത്തുകൊണ്ട് ആ പദത്തിനർത്ഥമുണ്ട് എഴുതിയിട്ട് അങ്ങനെ വെക്കാൻ പറ്റില്ല. ആ പദത്തിനർത്ഥം ഉണ്ടാകാം, പക്ഷെ അള്ളാഹ് ഉദ്ദേശിച്ച ഇതാണ്. അതാണ് തഫ്സീർ. തഫ്സീർ എന്താണ്? ഈ ആയത്തിൽ അള്ളാഹു ഉദ്ദേശിച്ചത് ഇന്നതാകുന്നു എന്ന് പറയാണല്ലോ. അത് വലിയ ഗൗരവമുള്ള കാര്യം. അള്ളാഹ് ഉദ്ദേശിച്ചതല്ലെങ്കിലോ അള്ളാഹിൻ്റെ പേരിൽ കളവ് പറയലായി മാറും. ഇപ്പോൾ റാസിയെ കാണാം, പല വിഷയം പറയുമ്പോൾ കാണാം ഈ വ്യാഖ്യാനം മുമ്പ് ആരും പറഞ്ഞിട്ടില്ല, പക്ഷെ അവർക്ക് അവരെ വ്യാഖ്യാനം പറയാമെങ്കിൽ നമുക്ക് നമ്മളതും പറയാമല്ലോ. സമസ്തക്ക് കാര്യമായിരിക്കത് തഫ്സീർ റാസിയാണ്. അത് അഖ്ലാനിയത്തിൻ്റെ തഫ്സീറാണ്, റഈ കൊണ്ടുള്ള തഫ്സീറാണ്, യുക്തി അടിസ്ഥാനമാക്കിയുള്ള തഫ്സീറാണ്. അപ്പോൾ അതിനിങ്ങനെ കൊണ്ടുപോകും. എന്നിട്ട് അങ്ങനെ പറഞ്ഞ് എവിടേക്കൂടെ നമ്മൾ സാധാരണ പറയല്ലോ, പശുവിനെ തെങ്ങുമ്പ് കെട്ടിയിട്ട് പശുവിനെ വർണ്ണിക്കാറില്ലേ എന്ന് പറഞ്ഞ പണിയാണ് തഫ്സീർ അദ്ദേഹം ചെയ്യാറുള്ളത്. അദ്ദേഹം സൂറത്ത് ഫാത്തിഹയിൽ നിന്ന് 10,000 മസ്അല കണ്ടുപിടിക്കാമെന്ന് അദ്ദേഹം വാദിച്ചു. തഫ്സീർ പോയപ്പോൾ റാസി പറഞ്ഞു സൂറത്ത് ഫാത്തിഹയിൽ നിന്ന് 10,000 മസ്അല എടുക്കാൻ കഴിയും. അപ്പോൾ ചിലരൊക്കെ പറഞ്ഞു അത് കുറച്ച് ഓവറാക്കി പറഞ്ഞാണ്, അങ്ങനെ ഇപ്പോൾ അത്രയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇമാം റാസിക്ക് ദേഷ്യം പിടിച്ചു. അപ്പോൾ അദ്ദേഹം 10 ലക്ഷം മസ്അല അത് കണ്ടുപിടിച്ചു കൊടുത്തതാണ്. ഇത് കുറച്ച് ഓവറാറിനപ്പോൾ എന്നാൽ കണ്ടോളാന്നിട്ട് 10 ലക്ഷം മസ്അല അദ്ദേഹം ഇത് മനസ്സിലാക്കി തോന്നുന്നു. അത് കിട്ടും. കാരണം ഒരു പറഞ്ഞ റൂട്ടിലാണെങ്കിൽ അദ്ദേഹത്തെ പറ്റി ഉദാഹരണം പറയാനുള്ളത്, അദ്ദേഹം ഇപ്പോൾ അള്ളാഹു എന്നൊരു പദം എടുത്താൽ അത് തഫ്സീർ ചെയ്യുമ്പോൾ അള്ളാഹു എന്ന വാക്കിൽ ആദ്യത്തെ അക്ഷരം അലിഫ്. അപ്പോൾ അലിഫിനെ പറ്റി പറയും. അപ്പോൾ എന്താണ് അലിഫ്? അപ്പോൾ എന്താണ് അലിഫ് ചെയ്യുമ്പോൾ അറബി ഭാഷയിലെ 1ാമത്തെ അക്ഷരമാകുന്നു അലിഫ്. അപ്പോൾ എന്താ അറബി ഭാഷ? അപ്പോൾ അതിനെ പറ്റി ചെയ്യും. അപ്പോൾ ലോകത്തുള്ള ഒരുപാട് ഭാഷകളിൽപ്പെട്ടൊരു ഭാഷയാണ് അറബി ഭാഷ. അപ്പോൾ എന്താണ് ഭാഷ? അപ്പോൾ അതിനെപ്പറ്റി ചർച്ച. അപ്പോൾ ഭാഷ എങ്ങനെ ഉണ്ടാകുന്നത്? അപ്പോൾ ശബ്ദം, അപ്പോൾ എങ്ങനെ ശബ്ദം ഉണ്ടാകുന്നത്? എങ്ങനെ അക്ഷരം പുറത്തേക്ക് വരാം? അപ്പോൾ മനുഷ്യരുടെ ശരീരത്തിൽ ശബ്ദം പുറത്തേക്ക് വരാനുള്ള സിസ്റ്റം എന്താണ്? അപ്പോൾ അവിടെ ശരീരശാസ്ത്രം ചർച്ച ചെയ്യും. എങ്ങനെയാണ് ചുണ്ട് വർക്ക് ചെയ്യണത്, എങ്ങനെ ഹാർട്ട് വർക്ക് ചെയ്യണത്. അദ്ദേഹം വലിയ വൈദ്യശാസ്ത്രജ്ഞനാണ് അക്കാലത്ത്. അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. ചർച്ച എന്താണ്? അള്ളാഹു എന്നാണ്. ഇബ്നു കസീറിൻ്റെ മുമ്പാണ്. റാസി മരിച്ചത് ഹിജ്റ 606 606 ഇമാം റാസിയുടെ വഫാത്ത്. അപ്പോൾ ആ ഒരു ശൈലി പൊതുവെ അംഗീകരിക്കപ്പെട്ട ശൈലിയല്ല എന്നർത്ഥം. ആവട്ടെ. അപ്പോൾ ഏതായിരുന്നാലും ഈ ആയത്തിറങ്ങാൻ കാരണം ഫഖദ് റവാ ഇബ്നു ജരീർ തൊബരി റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. വഗൈറുഹു, അല്ലാത്തവരും. തൊബരി മാത്രമല്ല, അല്ലാത്ത ഇബ്നു കസീറൊക്കെ ഈ സംഭവം, എല്ലാ തഫ്സീറിലും ഈ സംഭവമുണ്ട്. അതിന് ഇബ്നു ഉമർ മുഹമ്മദ് ബിൻ കഅബ് വസൈദ് ബിൻ അസ്ലം വഖതാദ, ഇബ്നു ഉമറിൽ നിന്ന്, മുഹമ്മദ് ബിൻ കഅബിൽ നിന്ന്, സയ്യിദ് ബിൻ അസ്ലമിൽ നിന്ന്, ഖതാദയിൽ നിന്നെല്ലാം ഉദ്ധരിച്ചിട്ടുണ്ട്. വദഖല ഹദീസു ബഅദിഹിം ഫീ ബഅദിൻ, ഇവർ ചിലരുടെ റിവായത്ത് മറ്റു റിവായത്തിൽ പ്രവേശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ താഴെ കൊടുക്കുന്നത് ഫുള്ള് ഒരാൾ കിട്ടിക്കൊള്ളുന്നില്ല. ഇബ്നു ഉമർ പറഞ്ഞത്, അതേപോലെ ഖതാദ പറഞ്ഞത്, ഇതെല്ലാം കൂടി ചേർത്തിക്കൊണ്ടാണ് താഴെ കൊടുക്കുന്നത്.
മൊത്തത്തിൽ ആ റിവായത്ത് എടുക്കുമ്പോൾ അതിന് കിട്ടുന്ന ആകത്തുക. ചിലപ്പോൾ ഒരാളുടെ റിപ്പോർട്ടിൽ ഇതിന് ഒരു ഭാഗം ഉണ്ടാവില്ല, മറ്റൊരാൾ റിപ്പോർട്ടിൽ വേറെ ഭാഗം ഉണ്ടാവില്ല, മറ്റൊരാൾ റിപ്പോർട്ടിൽ വേറെ ഭാഗം ഉണ്ടാവില്ല. എല്ലാം ചേർത്ത് വെക്കുമ്പോഴോ ഈ പറഞ്ഞ എല്ലാം ഉണ്ട് താനും. അന്നഹു ഖാല റജുലുൻ ഫീ ഗസ്വതി തബൂക്ക്, തബൂക്ക് യുദ്ധവേളയിൽ ഒരു മനുഷ്യൻ പറഞ്ഞു, മാ റഅയ്നാ മിസ്ല ഖുറാഇനാ ഹഉലായി, നമ്മളെ ഈ കാര്യങ്ങളുണ്ടല്ലോ ഖുർആൻ ഓതുന്ന ആളുകൾ, സ്വഹാബിമാരിൽപ്പെട്ട ഖുർആനിൽ പ്രത്യേകം പ്രാവീണ്യമുള്ള ആളുകളാണ് ഖുറ എന്നറിയപ്പെടുന്നത്. ഇവരെ പോലെ ഞാൻ കണ്ടിട്ടില്ല. അർഗബ ബുതൂനൻ, ഇത്ര വലിയ തീറ്റപ്പണ്ടാരങ്ങളെ ഞാൻ വേറെ കണ്ടിട്ടില്ല. വല അക്ദബ അൽസിനൻ, ഇത്ര നുണ പറയുന്നവരെയും കണ്ടിട്ടില്ല. വല അജ്ബന ഇൻദൽ ലിഖാ, ഏറ്റുമുട്ടുമ്പോൾ ഇത്ര ധൈര്യമില്ലാത്തവരെയും നമ്മൾ വേറെ കണ്ടിട്ടില്ല എന്നാണ്. 3 പ്രയോഗമാണ്. 1, ഒരു വമ്പൻ തീറ്റക്കാരാണ്. 2, കളവ് പറയുന്നവരാണ്. 3, ഒട്ടും ധൈര്യമില്ലാത്ത ഭീരുക്കളാണ്. അങ്ങനത്തെ വേറൊരു ടീം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഇവൻ പറഞ്ഞു. യഅനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബഹു അൽ ഖുറാ, ഇയാൾ ഉദ്ദേശിച്ചത് നബിയെയും ഖുറായികളായ സ്വഹാബിമാരെയുമാണ് ഉദ്ദേശിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഫഖാല ലഹു ഔഫ് ഇബ്നു മാലിക്, ഈ മനുഷ്യൻ ഈ വാക്ക് പറഞ്ഞപ്പോൾ സ്വഹാബിയ ഔഫ് ഇബ്നു മാലിക്കിനെ കേൾക്കുകയാണ്. തബൂക്ക് യുദ്ധവേളയിലാണല്ലോ. ഔഫ് ഇബ്നു മാലിക്കിനെ കേട്ടു ഇയാൾ ഈ പറയണത്. അപ്പോൾ ഔഫ് ഇബ്നു മാലിക് പറഞ്ഞു, കദബ്ത, നീ പറഞ്ഞത് കളവാകുന്നു. വലാകിന്നക മുനാഫിഖുൻ, നീ ഒരു മുനാഫിഖാണ്. കാരണം മുഅ്മിനൊരിക്കലും പറയാൻ പറ്റുന്ന വാക്കല്ല. പറച്ചിൽ പോയിട്ട് ഇത് കേൾക്കുമ്പോൾ നമുക്ക് പ്രയാസമുണ്ടല്ലോ. നബിയെ പറ്റി സ്വഹാബിയെ ഇങ്ങനെ പറഞ്ഞത് കേൾക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എങ്കിൽ പറയാൻ ഒരു വിശ്വാസിക്കാതായാലും കഴിയില്ല. അപ്പം നീ മുനാഫിഖാണ്. ലഉഖ്ബിറന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഈ കാര്യം നബിയെ അറിയിക്കുക തന്നെ ചെയ്യുന്നതാണ്. നീ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് ഞാൻ നബിയോട് പോയി പറയും എന്ന് പറഞ്ഞു. അങ്ങനെ ഫദഹബ ഔഫുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഔഫ് ഇബ്നു മാലിക് നേരെ നബിയുടെ അടുത്തേക്ക് ചെന്നു. നബി അവിടെ തന്നെ ഉണ്ട്, നമുക്ക് യുദ്ധവേളയാണല്ലോ. നേരെ ചെന്നു. ലിയുഖ്ബിറഹു, നബിയോട് പറയാൻ വേണ്ടി ഔഫ് ഇബ്നു മാലിക് ചെന്നു. പക്ഷേ ഫവജദൽ ഖുർആന ഖദ് സബഖഹു, അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തെക്കാൾ മുമ്പേ ഖുർആൻ ഇറങ്ങിയതായിട്ടാണ് കണ്ടത്. ഔഫ് ഇബ്നു മാലിക് എത്ര മുമ്പ് ജിബ്രീൽ വന്നിട്ടുണ്ട്. ഔഫ് ഇവിടെ പോയിട്ട് നബിയെ കാണാൻ വേണ്ടി. പക്ഷെ അദ്ദേഹം അവിടെ ചെല്ലും മുമ്പതാ ഖുർആൻ ആ വിഷയത്തിൽ ഇറങ്ങിയിരിക്കുന്നു. ഫജാഅ ദാലിക റജുലു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോഴേക്ക് ആ മനുഷ്യനും വന്നു. ഞാൻ നബിനോട് പറയുന്നതല്ലേ, അപ്പോൾ വേഗം വന്ന് നബിനടുത്ത് വന്നിട്ടൊന്ന് എന്തെങ്കിലും തൽക്കാലം ഒരു എക്സ്ക്യൂസ് പറയാൻ ആ മനുഷ്യനും നബിനടുത്തേക്ക് വന്നു. വഖദ് ഇർതഹല വറകിബ നാഖതഹു, അയാൾ തൻ്റെ ഒട്ടകപ്പുറത്ത് കയറിയിട്ടാണ് വരുന്നത്. വഖദ് ഇർതഹല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, വഖദ് ഇർതഹല വറകിബ നാഖതഹു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഒട്ടകപ്പുറത്ത് കയറിയിട്ടുണ്ട്. ആ സമയത്താണ് ഈ മനുഷ്യന് വരുന്നത്. അപ്പോൾ ഔഫ് ആദ്യം ചെന്നു. ഔഫ് എത്തും മുമ്പേ ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹയുമായി എത്തി. നബി ഒട്ടകപ്പുറത്ത് കയറി ഇരിക്കുമ്പോൾ ഇയാളുണ്ട്, ഇങ്ങനെ വരുന്നു. ഫഖാല, ആ മനുഷ്യൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്നമാ കുന്നാ നഖൂദു വനതഹദ്ദസു ഹദീസ റകബി, ഞങ്ങളിങ്ങനെ സംഘമായിരുന്നപ്പോൾ ഇങ്ങനെ വർത്തമാനം പറഞ്ഞതാണ്. നമ്മൾ ടീമായിരിക്കുമ്പോണ്ടല്ലോ ഇങ്ങനെ ഏതും പറയില്ലേ, അങ്ങനെ പറഞ്ഞതാണ്. നഖ്തഉ ബിഹി അനത്വരീഖ്, ഈ യാത്രയുടെ ക്ഷീണങ്ങളും ആ പ്രയാസമൊക്കെ മാറാൻ വേണ്ടി ഞങ്ങളിങ്ങനെ വെറുതെ ഇങ്ങനെ ഒരു യാത്രാ സംഘമല്ലേ, അപ്പം ഇങ്ങനെ വർത്തമാനം പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ പറഞ്ഞു പോയതാണ് നബി. അല്ലാതെ അങ്ങനെ ഒരു കാര്യമായി പറഞ്ഞതൊന്നുമല്ല. ഞങ്ങളങ്ങനെ നബിനെ പരിഹസിക്കാൻ വേണ്ടിയോ സ്വഹാബിനെ പരിഹസിക്കാൻ വേണ്ടിയോ പറഞ്ഞതല്ല. ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തൊക്കെ വന്ന ആ ക്ഷീണമൊക്കെ മാറാൻ വേണ്ടി ഇങ്ങനെ വെറുതെ ബടായി പറഞ്ഞ കൂട്ടത്തിൽ ആ കൂട്ടത്തിൽ എങ്ങനെയാണ് പറഞ്ഞു പോയതാണ് നബിയെ എന്ന് ആ മനുഷ്യൻ നബിയോട് വന്ന് പറയുന്നു. ഖാല ഇബ്നു ഉമർ പറയാണ്, കഅന്നി അൻദുറു ഇലൈഹി, ഞാൻ ഇപ്പോഴും അയാളെങ്ങനെ നോക്കിക്കാണുന്ന പോലെ എനിക്കിങ്ങനെ തോന്നുന്നുണ്ട്. ആ രംഗം, ഇയാൾ നബിയുടെ മുമ്പിൽ നിൽക്കുന്ന ആ രംഗം എൻ്റെ കണ്ണിൽ ഇപ്പോഴും കാണുന്നുണ്ട്. അയാൾ മുതഅല്ലിഖൻ ബിനിസ്അത്തി നാഖത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ ഒട്ടകത്തിൻ്റെ ആ കയറും പിടിച്ച് ഇയാൾ നിൽക്കുകയാണ്. നബി ഒട്ടകപ്പുറത്തിരിക്കുന്നു, നബിയുടെ ഒട്ടകത്തിൻ്റെ കയറുമ്പോൾ പിടിച്ച് ഇയാൾ ഇങ്ങനെ താഴെ നിൽക്കുന്നു. ഇന്നലെ ഹിജാറത്ത തൻകുബു റിജ്ലൈഹി, കല്ലുകൾ തൻ്റെ കാലുകൊണ്ട് ഇങ്ങനെ ചല്ലിങ്ങനെ നീക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. നിലത്ത് കല്ലിലിങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ ആക്കി നബിയുടെ ഒട്ടകത്തിൻ്റെ കയറും പിടിച്ച് ഇയാളിങ്ങനെ നിൽക്കുന്നു. വഹുവ യഖൂൽ, എന്നിട്ട് ഈ മനുഷ്യൻ പറയുന്നു, ഇന്നമാ കുന്നാ നഖൂദു വനൽഅബു, നബിയെ തമാശ പറഞ്ഞതാണ്,
കളിയായിട്ട് പറഞ്ഞാൽ നബിയെ എന്ന് ഇയാളിങ്ങനെ പറയുന്ന ആ രംഗം എൻ്റെ കണ്ണിൽ ഇപ്പോഴും കാണുന്ന പോലെയുണ്ട് എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്. നബിയുടെ മുമ്പിൽ നൃത്തം യഖൂലു ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറയുന്നു, അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ ലാ തഅ്തദിറു ഖദ് കഫർതും ബഅദ ഈമാനിക്കും. ഈ ആയത്ത് നബി ഇങ്ങനെ ഓതുന്നുണ്ട്. ഇയാളെ ഒട്ടകത്തിൽ കയറും പിടിച്ചിട്ട് ഇയാൾ പറയും നബിയെ വെറുതെ പറഞ്ഞാണ് നബിയെ, തമാശ പറഞ്ഞാണ് നബിയെ. നബി ഒന്നും മിണ്ടുന്നില്ല. നബി ഈ ആയത്ത് ഇങ്ങനെ ഓതി കൊടുക്കുന്നു. മാ യൽതഫിതു ഇലൈഹി, നബി അയാൾക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. വമാ യസീദുഹു അലൈഹി, ഇതിനപ്പുറം നബി ഒന്നിട്ട് പറയുന്നുമില്ല. എന്നാ സാരമില്ലാന്നോ എന്നുവെച്ചാൽ പറഞ്ഞത് ശരിയായില്ലാന്നോ ഒന്നും പറയാൻ പോണില്ല. നബി ആയത്ത് ഇങ്ങനെ ഓതുന്നു, ഇയാൾ ഇതിങ്ങനെ പറയുകയും ചെയ്യുന്നു. ഈ രംഗം എൻ്റെ കണ്ണിൽ ഇപ്പോഴും കാണുന്നുവെന്ന് റിപ്പോർട്ട് ചെയ്ത അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ പറയുന്നു. അത് വ്യക്തമാണ്. ഈ ആയത്തും ഈ അവതരണ പശ്ചാത്തലം ചേർത്തി വെച്ചാൽ എത്രമാത്രം ഗൗരവമാണ് അള്ളാഹുവിന്റെ റസൂലിനെയൊക്കെ പരിഹസിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നബിയെയും സ്വഹാബിമാരെയും കുറിച്ചാണ് വാക്ക് പറഞ്ഞത്. പക്ഷെ ആയത്തിറങ്ങിയതോ അബില്ലാഹി വ ആയാതിഹീന, അള്ളാഹിനെയും അള്ളാഹിന്റെ ആയത്തുകളെയും അവന്റെ റസൂലിനെയുമാണോ നിങ്ങൾ കളിയാക്കുന്നത്? കളിയാക്കിയതോ അള്ളാഹിനെ കളിയാക്കിക്കണോ? ഇല്ല. പക്ഷെ അള്ളാഹ് അയച്ച റസൂലിനെ കളിയാക്കിയാൽ അള്ളാഹിനെ കളിയാക്കിയ പോലെയാണ്. അള്ളാഹ് സൈറ്റിലെ സ്വഹാബികളെ പരിഹസിച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്യാണ്, അള്ളാഹ് തിരഞ്ഞെടുത്ത സ്വഹാബികളെ, ആ സ്വഹാബികളെ പറ്റി മോശഭിപ്രായം പറഞ്ഞാൽ അള്ളാഹിന്റെ സെലക്ഷൻ ശരിയായില്ലാന്ന് അർത്ഥം. അതാണ് അർത്ഥം. സ്വഹാബി അള്ളാഹ് പ്രത്യേകം തിരഞ്ഞെടുത്താണ്. നബി ഞങ്ങൾ പറഞ്ഞു, അള്ളാഹു തആല ആളുകളെ കൽബിലേക്ക് നോക്കി ഏറ്റവും നല്ല കൽബായി മുഹമ്മദ് നബിയുടെ കൽബ് കണ്ടു, നബിയെ തിരഞ്ഞെടുത്തു. പിന്നെ മറ്റു ആളുകളിലേക്ക് നോക്കി, പിന്നെ ഏറ്റവും മുന്തിയ കൽബ് സ്വഹാബത്തിന്റെ കൽബ് കണ്ടു, അവർ അള്ളാഹുവിന്റെ റസൂലിനെ കൂടെ ജീവിക്കാൻ അള്ളാഹു തിരഞ്ഞെടുത്തു എന്നാണ് നബി തങ്ങൾ പറഞ്ഞ ഹദീസാണ്. അപ്പൊ അള്ളാഹ് പ്രത്യേകം സെലക്ട് ചെയ്തവർ, റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന് സാക്ഷ്യപ്പെടുത്തിയവർ, ആ സ്വഹാബികളെ പറ്റി ഒരു മോശാഭിപ്രായം പറഞ്ഞാൽ പിന്നെ ഉടനെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അതുകൊണ്ട് പിഴച്ച സംഘങ്ങളൊക്കെയും സ്വഹാബിമാരുടെ ചിത്രങ്ങളാണ്. ഷിയാക്കള്, ഖവാരിജുകൾ, മുഅ്തസിലിയാക്കള്, ജഹ്മികൾ, ജബരികൾ, ഖദരികൾ തുടങ്ങി എല്ലാ പിഴച്ച സംഘങ്ങളും സ്വഹാബിമാരെ മൊത്തത്തിലോ പ്രത്യേകം സ്വഹാബിമാരെയോ ആക്ഷേപിക്കാത്ത ഒരു പിഴച്ച സംഘം ഉണ്ടാവില്ല. എല്ലാ സ്വഹാബിമാരെയും സ്നേഹിക്കാനും എല്ലാ സ്വഹാബിമാർക്കും വേണ്ടിയും തർലീത് ചെല്ലാനും അഹ്ലുസുന്നക്ക് മാത്രമേ കഴിയുള്ളൂ, വേറെ ആർക്കും കഴിയില്ല. അല്ലാത്തവരൊക്കെ ഒന്നുകിൽ ചില സ്വഹാബികളെങ്കിലും പേരെടുത്ത് ആക്ഷേപിക്കും, അല്ലെങ്കിൽ മൊത്തത്തിൽ ആക്ഷേപിക്കും. വിശിഷ്യ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അത് മുഅ്ജിസത്താണ്. അബൂ ഹുറൈറയെ സ്നേഹിക്കുന്നുവെങ്കിൽ ഈമാന്റെ ലക്ഷണമാണ്. ഈമാൻ ഇല്ലെങ്കിൽ ഓ സ്നേഹിക്കാൻ കഴിയില്ലെന്നാണ്. അബൂ ഹുറൈറ നബിയോട് ചോദിച്ചു വാങ്ങിയ പ്രാർത്ഥനയുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബിയോട് നബി എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം, എനിക്ക് ദുആ വേണം. എന്താ വേണ്ടത്? എല്ലാ മുഅ്മിനീങ്ങൾക്കും ഞാനും എൻ്റെ ഉമ്മയും പ്രിയപ്പെട്ടവരായി മാറണം. അതിൻ്റെ ഉമ്മ മുസ്ലിമായി വന്നപ്പോൾ ആവശ്യപ്പെട്ടാണ്. അബൂ ഹുറൈറയുടെ ഉമ്മ ആദ്യം മുസ്ലിം അല്ലായിരുന്നു. നബിയെ വല്ലാതെ ചീത്ത പറയും. അബൂ ഹുറൈറ വീട്ടിൽ കയറി വരുമ്പോഴേക്ക് ഉമ്മ തുടങ്ങും നബിനെ പറ്റി വളരെ മോശമായ രൂപത്തിൽ പറച്ചല്. അബൂ ഹുറൈറയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഉമ്മയാണല്ലോ, ഒന്നും ചെയ്യാനും വയ്യ, വല്ലാത്ത പ്രയാസം. അബൂ ഹുറൈറ വീട്ടിലുണ്ടോ ഉമ്മാക്ക് വേറെ വർത്താനില്ല, നബിനെ പറ്റി തൊള്ളി തോന്നിയൊക്കെ പറയാം. നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ അത് സഹിക്ക വയ്യാതെ അബൂ ഹുറൈറ കരഞ്ഞുകൊണ്ട് നബി നബി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, നബിയെ നിങ്ങൾ ദോർക്കണം, എൻ്റെ അമ്മാക്ക് ഹിദായത്തിന് വേണ്ടി ദോർക്കണം നബിയെ. അപ്പം നബി ഞങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഹിദി ഉമ്മ അബീ ഹുറൈറ, അബൂ ഹുറൈറ ഉമ്മാക്ക് റബ്ബേ നീ ഹിദായത്ത് കൊടുക്കണേ. ദുആ ചെയ്തു, ഉമ്മ മുസ്ലിമായി. മുസ്ലിമായപ്പോൾ അബൂ ഹുറൈറയ്ക്ക് വല്ലാത്ത സന്തോഷം. നബിയുടെ അടുത്തേക്ക് വീഴുന്നു, നബിയെ ആ ദുആ അല്ലാഹു സ്വീകരിച്ചു, എൻ്റെ ഉമ്മ ഇസ്ലാം സ്വീകരിച്ചു, ഇനി എനിക്കൊരു ദുആയും കൂടി വേണം. അപ്പം ആവശ്യപ്പെട്ടാണ് എല്ലാ മുഅ്മിനീങ്ങൾക്കും ഞാനും എൻ്റെ ഉമ്മയും പ്രിയപ്പെട്ടവരായി മാറണം, എനിക്കും എൻ്റെ ഉമ്മാക്കും എല്ലാ മുഅ്മിനീങ്ങളെയും ഇഷ്ടമായി മാറുകയും വേണം. ഒരാ മാനസിക വിശാലത ഉണ്ടില്ല. നബി ദുആ ചെയ്തു, അല്ലാഹുമ്മ അഹ്ബിബ് ഉബൈദക ഹാദാ യഅനി അബാ ഹുറൈറ വ ഉമ്മഹു ഇലൽ മുഅ്മിനീൻ വഅഹ്ബിബുഹും ഇലൈഹിമാ. അല്ലാഹു എൻ്റെ ഈ അടിമയായ അബൂ ഹുറൈറക്കും ഉമ്മാക്കും എല്ലാ വിശ്വാസികളെയും പ്രിയപ്പെട്ടവരാക്കി മാറ്റണേ, എല്ലാ വിശ്വാസികൾക്കും ഇവരും പ്രിയപ്പെട്ടവരാക്കി മാറ്റി. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അബൂ ഹുറൈറ പറയാണ്, എനിക്ക് ഉറപ്പുണ്ട് എന്നെക്കുറിച്ച് കേട്ട ഏതൊരാളും എന്നെ കണ്ടിട്ടില്ലാത്തവർ, എന്നെ കണ്ടിട്ടില്ല, എന്നെ പറ്റി കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ മുഅ്മിനീങ്ങൾ ഖിയാമത്ത് വരെ ഉള്ളവർ എന്നെ സ്നേഹിക്കാതിരിക്കുകയില്ല, ഇതെനിക്ക് ഉറപ്പാണ്. കാരണം നബിൻ്റെ ദുആയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയാണ്, ഒരാളെ ഈമാൻ ശരിയാണോ അല്ലേ നോക്കാൻ ഒറ്റ ചോദ്യം മതി, അബൂ ഹുറൈറയെ പറ്റി എൻ്റെ അഭിപ്രായം എന്താണ്? അത്
മൂപ്പർക്ക് എന്തോ ചെറിയ പ്രസിഡന്റ് പറഞ്ഞാൽ ഇവനെന്തോ പ്രസിഡന്റ് മനസ്സിലാക്കാന്ന്. വേറെ ചോദ്യമൊന്നും വേണ്ട. അവിടെ പഴച്ച എല്ലാ സംഘങ്ങളും അബൂ ഹുറൈറയെ ആക്ഷേപിച്ചിട്ടുണ്ട്. അഹ്ലുസുന്നക്ക് മാത്രമേ അബൂ ഹുറൈറയെ സ്നേഹിക്കാൻ കഴിയുള്ളൂ. അത് ഈ ദുആയുടെ ഇജാബത്താണ്. അല്ലാത്തവരൊക്കെ ചേകന്നൂരടക്കം പറഞ്ഞത് ജൂത മുനാഫിക്കായ അബൂ ഹുറൈറ എന്നാണ്. നഊദു ബില്ലാഹ്. അതാണ് ഈമാൻ എന്ന റൂട്ടാണ് മാറിയാൽ അബൂ ഹുറൈറ ഓന് പറ്റാത്തവനായി മാറും, മുആവിയ പറ്റാത്തവനായി മാറും. അതിന് മറ്റു പതിപ്പാണ്. ഖാദിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾ അമ്മാവൻ എന്നാണ് നബി പേരിട്ടത് മുആവിയക്ക്, സത്യവിശ്വാസികളുടെ അമ്മാവൻ. അതുകൊണ്ട് അഹ്ലുസുന്നയിൽപ്പെട്ടവർക്ക് മാത്രമേ എല്ലാ സ്വഹാബിമാരെയും സ്നേഹിക്കാനും ഏത് സ്വഹാബിൻ്റെ പേര് കിട്ടാലും റളിയല്ലാഹു അൻഹും എന്ന് പറയാനും കഴിയുകയുള്ളൂ. അടുത്തത് കഴിയും. അതൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമാണ്. ഷിയാക്കളുടെ പണിയാണ്. ഇതേപോലെ ഉണ്ടാക്കിയതാണ്. കള്ളക്കഥകൾ എമ്പാടും ഉണ്ടാക്കി വിട്ടു. ഇല്ലാത്ത ഒരുപാട് കഥകൾ അവരുടെ പേരിൽ മെനയുണ്ടാക്കി, അതാണ് പ്രചരിപ്പിക്കപ്പെട്ടത്. അപ്പോൾ അത് വായിച്ച് കേട്ടിട്ട് ഈ കുറ്റം പറയാത്തവനും എന്തോ ഒരു വേണ്ടത്ര പറ്റാളല്ല എന്ന രൂപത്തിൽ ചിന്തിക്കുന്ന സാഹചര്യം ഉണ്ടാക്കി തീർത്തു. ഇവിടെ ശരിയല്ല. സുഹൃത്തിലാണ് എന്ന് നിബിധകൾ സൂചന പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഖാദിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ അമ്മാവൻ എന്നാണ് നിബിധങ്ങൾ സ്ഥാനപ്പേര് കൊടുത്തത്. കുതാബുൽ വഹി, വഹി രേഖപ്പെടുത്തി വെക്കുന്ന ആളിൽപ്പെട്ടതാണ്. നബിക്കൽങ്ങളെ വഹി എഴുതി വെക്കാൻ നബി ഏൽപ്പിച്ച സ്വഹാബിമാർ, അതിൽപ്പെട്ട സ്വഹാബിയാണ് മുആവിയ ബിൻ അബീ സുഫ്യാൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് റളിയല്ലാഹു അൻഹും വറളു അൻഹു എല്ലാ സ്വഹാബിമാരെയും അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഞാൻ വർത്തമാനം പറയാൻ പോകേണ്ട കാര്യമില്ല. അവർക്ക് എന്ത് സംഭവിച്ചാലും അതൊന്നും അവരെ ഈമാനെ ബാധിക്കുന്ന വിഷയമേ അല്ല. പ്രത്യേകിച്ച് അതേ കാലത്ത് വന്ന മുഹാജിറുകൾ, അൻസ്വാരികൾ, ബദറിൽ പങ്കെടുത്തവർ, ഉഹദിൽ പങ്കെടുത്തവർ. ബദറിൽ പങ്കെടുത്തവരെ പറ്റി ആണ് ജബീർ എന്ന് പറഞ്ഞത്. അല്ലാഹ് പറഞ്ഞിരിക്കുന്നു, ഇന്നല്ലാഹ ഖദ് ഇത്തലഅ ഇലാ അഹ്ലി ബദർ. ബദറിൽ പങ്കെടുത്തവരെ നോക്കിക്കൊണ്ട് അല്ലാഹ് പറഞ്ഞു, ഇസ്നഉ മാ ശിഅ്തും, ഇനി ബാക്കിയുള്ള ജീവിതത്തിൽ നിങ്ങൾ എന്തും ചെയ്തു കൊള്ളൂ, ഫഇന്നീ ഖദ് ഗഫർതു ലക്കും, ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു. കാരണം ഇസ്ലാമിന് അത്രയും പ്രയാസമുള്ള സമയത്ത് ഇസ്ലാമിന് വേണ്ടി ഇറങ്ങിയവരാണവർ. ബദറിൽ പോകുമ്പോൾ ആകെ 2 കുതിരയേ ഉള്ളൂ, 313 ആൾക്ക്. 313 ആൾക്ക് 2 കുതിര, 70 ഒട്ടകം, ഏതാനും വാളുകൾ. റമദാൻ മാസം നോമ്പുറ്റുകേണ്ടാണ്, പട്ടിണി പാവങ്ങളാണ് ആ സമയത്ത് ഇറങ്ങുന്നത്. എന്നാലും അല്ലാഹ് പറയാൻ, നിങ്ങൾ എന്തും ചെയ്തു കൊള്ളൂ, നിങ്ങൾക്ക് ഞാൻ പുറത്തു തന്നിരിക്കുന്നു. പിന്നെ പോലെ പറ്റി നമുക്ക് മോശം പറയാൻ പറ്റും. അപ്പോൾ ആ സ്വഹാബികളെ പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ, അവരെക്കുറിച്ച് മോശം പറയുക എന്ന് പറഞ്ഞാൽ അത് കുഫറാണ്. ഓനെ ഈമാൻ ശരിയല്ല എന്നതിന് തെളിവാണ്. അത് ഏത് സ്വഹാബിനെ പറഞ്ഞാലും. സ്വഹാബി ആവാൻ ഒരു നിമിഷം നബിയുമായി കണ്ടാൽ മതി, മുസ്ലിം ആയിക്കൊണ്ട്. മുസ്ലിം ആയതിനു ശേഷം നബിയുമായി ജസ്റ്റ് കണ്ടുമുട്ടിയാൽ അദ്ദേഹം സ്വഹാബിയാണ്. 25 കൊല്ലം നബിനൊപ്പം നടന്നു, അന്ന് മുസ്ലിം അല്ല. ഈ മരിച്ച ശേഷം ഇയാൾ മുസ്ലിമായി, സ്വഹാബി ആവില്ല. അപ്പം മുസ്ലിം ആയിക്കൊണ്ട് നബിയെ കാണുന്നാൽ അത് പ്രത്യേക തൗഫീഖാണ്. അത് അല്ലാഹ് എല്ലാവർക്കും കൊടുക്കൂല. അവിടെ ചില താബിഈങ്ങൾ ചരിത്രം വായിക്കുമ്പോൾ കാണാം, നബിയെ കണ്ടു പക്ഷെ അന്ന് മുസ്ലിം ആയിട്ടില്ല. സഹവസിക്കണം. മുസ്ലിം ആയതിനു ശേഷം നബിയുമായി നബിയെ കണ്ടുമുട്ടണം. അതിന് അല്ലാഹ് എല്ലാവർക്കും ചാൻസ് കൊടുക്കൂല എന്നാണ്. അത് വലിയ സ്ഥാനമാണ് സ്വഹാബി എന്നുള്ളത്. അത് അല്ലാഹ് എല്ലാവർക്കും കൊടുക്കൂല. അല്ല, ആ സ്വഹാബി ആയി കഴിഞ്ഞാൽ പിന്നെ അവരെക്കുറിച്ച് നമുക്ക് മോശം പറയാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് ഖദരികളും ഖവാരിജൊക്കെ ഉണ്ടായപ്പോൾ ഇബ്നു ഉമർ പറഞ്ഞില്ലേ, നിങ്ങൾ പഴിച്ചു നെറ്റുമണി തെളിവ് ഒറ്റ സ്വഹാബിങ്ങളൊപ്പമില്ല, മറന്നു നോക്കണ്ടെന്ന്. നിങ്ങളത് ശരിയാണെങ്കിൽ ആ ശരി സ്വീകരിക്കാൻ ആദ്യം വരിക സ്വഹാബിമാരാണ്. ഈ കണ്ട സ്വഹാബികളൊക്കെ ജീവിച്ചിട്ടുണ്ടായിട്ട് ഇവിടെ സ്വഹാബിങ്ങളൊപ്പമല്ലോ, അവ മനസ്സിലാക്കാൻ നിങ്ങളത് പഴിച്ച പഴിവാണ്. ഇബ്നു അബ്ബാസ് ഒരുപാട് തെളിവൊന്നും ആവശ്യമില്ല. കാരണം സ്വഹാബിമാർ അളവുകോലാണ്. നബി ഞങ്ങൾ പറഞ്ഞു, ഞാൻ എൻ്റെ സ്വഹാബത്തിന് സുരക്ഷയാണ്. ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ സ്വഹാബത്തിന് ചില ഫിത്നകളൊക്കെ വരാനുണ്ട്. എൻ്റെ സ്വഹാബത്ത് എൻ്റെ ഉമ്മത്തിന് സുരക്ഷയാണ്. വാ സ്വഹാബി ആമനത്തുല്ലി ഉമ്മത്തി, എൻ്റെ സ്വഹാബത്ത് എൻ്റെ ഉമ്മത്തിന് സുരക്ഷയാണ്. ഫൈദാ ദഹബ സ്വഹാബി അതാ ഉമ്മത്തി മാ യുഅദൂൻ, എൻ്റെ സ്വഹാബിമാരെ കാലം കഴിഞ്ഞാൽ എൻ്റെ ഉമ്മത്തിന് ചിലതൊക്കെ വരാനുണ്ട് എന്ന് നബി ഞങ്ങൾ നിലാവുള്ള രാത്രിയിൽ, ധാരാളം നക്ഷത്രമുള്ള രാത്രിയിൽ ആകാശം നോക്കി നബി പറഞ്ഞ വാക്കാണ്. നബി ഇങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ കംപ്ലീറ്റ് നക്ഷത്രങ്ങളെ കൊണ്ട് സുന്ദരമായ ആകാശം കണ്ടപ്പോൾ നബി ഞങ്ങൾ പറഞ്ഞു, അന്നുജൂമു അമനത്തുല്ലിസമ, നക്ഷത്രങ്ങൾ ആകാശത്തിന് സുരക്ഷയാണ്. ഈ നക്ഷത്രങ്ങൾ ഉതിർന്നു വീണാൽ
ആകാശത്തിൻ്റെ അന്ത്യമായി. എന്നിട്ടാണ് പറഞ്ഞത്, ഞാൻ എൻ്റെ സ്വഹാബത്തിന് സുരക്ഷയാണ്. ഞാൻ പോയാൽ സ്വഹാബത്തിന് ചില കാര്യങ്ങൾ വരാനുണ്ട്. സ്വഹാബത്ത് സുരക്ഷയാണ്. അവർ പോയി കഴിഞ്ഞാൽ എൻ്റെ ഉമ്മത്തിന് ചിലതൊക്കെ സംഭവിക്കാനുണ്ട് എന്ന് നബിതങ്ങൾ അന്ന് പറഞ്ഞ വചനമാണ്. അപ്പോൾ ആ സ്വഹാബിമാരെ മോശമാക്കുക എന്നത് ഇവിടെ പല സംഭവിച്ചത്. പക്ഷെ അല്ലാഹ് ചോദിച്ചത് ഖുൽ അബില്ലാഹി വ ആയാതിഹി വ റസൂലിഹി കുൻതും തസ്തഹ്സിഊൻ. ഏത് അവിടെ റഹിമഹുല്ലാ എന്ന് പറയാം. തെറ്റൊന്നല്ല, അത് തൃപ്തിപ്പെട്ട പ്രാർത്ഥനയാണ്. പക്ഷെ അഹ്ലുസുന്ന പൊതുവെ ചില അടയാളങ്ങളായി സ്വീകരിച്ചിട്ടുണ്ട്. സ്വഹാബിമാരെ കുറിച്ച് അല്ലാത്തതിനെ കുറിച്ചൊക്കെ ചില സാങ്കേതിക ശബ്ദങ്ങൾ അതിൽപ്പെട്ടതൊക്കെ. അല്ലപ്പോഴും സ്വഹാബിക്ക് റഹിമഹുല്ലാ പറഞ്ഞാൽ തെറ്റൊന്നല്ല. സ്വഹാബി എല്ലാത്തിനും റളിയല്ലാഹു പറഞ്ഞു, തെറ്റൊന്നല്ല. മാത്രമല്ല റളിയല്ലാഹു മുഅല്ലു അൻഹു എന്ന് പറഞ്ഞ സ്വഹാബിമാരും പറഞ്ഞു വല്ലയത്തബഊഹും ബിഹ്സാൻ എന്ന് പറഞ്ഞിട്ടാണ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞത്. അവരെ പിൻപറ്റിയവരും എന്ന് പറഞ്ഞല്ലോ. ആ ആശയം തെറ്റില്ല. പക്ഷെ പൊതുവേ സ്വഹാബിമാരെ പേര് കേൾക്കുമ്പോൾ തർളിയത്ത്, അല്ലാത്ത പേര് കേൾക്കുമ്പോൾ അവർക്ക് വേണ്ടി റഹിമത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പൊതുവെ അഹ്ലുസുന്ന സ്വീകരിച്ച് പോകുന്ന ഒരു അളവുകോലാണ്. അതുകൊണ്ടാണ് അതങ്ങനെ പോരുന്നത്. ഇമാം നവവിയുടെ അൽ-അദ്കാറിൽ വിശദമായി ചർച്ചയുണ്ട്, ആർക്കെല്ലാം ഏതെല്ലാം വാക്കുകൾ ഉപയോഗിക്കാം എന്ന്. ഈ വേർതിരിവ് എങ്ങനെ വന്നു എന്നൊക്കെ അൽ-അദ്കാറിൽ നബി ഇമാം റഹിമഹുല്ലാഹ് വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. അല്ലാഹു അഅലം. ഫഫി ഹാതൈനിൽ ആയതൈനിൽ കരീമതൈൻ, ഈ രണ്ട് ആയത്തുകളിൽ മഅ ബയാനി സബബി നുസൂലിഹിമാ, അത് സബബ് നുസൂൽ കൂടി വിശദീകരിക്കുമ്പോൾ അതിലുണ്ട്, അവതരണ പശ്ചാത്തലം കൂടി നോക്കിയാൽ അതിൽ ഉണ്ട് ദലീലുൻ വാളിഹുൻ, വ്യക്തമായ തെളിവുണ്ട്, അലാ കുഫ്രി മൻ ഇസ്തഹസഅ ബില്ലാഹ്, അല്ലാഹുവിനെ പരിഹസിച്ചവൻ കുഫറാണ് ചെയ്യുന്നത് എന്നതിന് വ്യക്തമായ തെളിവാണ് ഈ ആയത്തും ഈ അവതരണ പശ്ചാത്തലവും. ഔ റസൂലിഹി, അല്ലെങ്കിൽ റസൂലിനെ പരിഹസിച്ചാൽ, ഔ ആയാത്തില്ല, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ആയത്തുകളെ പരിഹസിച്ചാൽ, ഔ സുന്നത്ത് റസൂലിഹി, റസൂലിൻ്റെ സുന്നത്തിനെ പരിഹസിച്ചാൽ, ഔ ബി സ്വഹാബത്തി റസൂലില്ല, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബിമാരെ പരിഹസിച്ചാൽ, അതൊക്കെ കുഫറാണ് എന്ന് ഈ ആയത്തും ഈ അവതരണ പശ്ചാത്തലവും കൂടി വായിച്ചു നോക്കിയാൽ വ്യക്തമായി കിട്ടും. لأن من فعل ذلك, അതൊക്കെ ചെയ്യുന്ന ഒരുത്തൻ فهو مستخف بالربوبية والرسالة, അള്ളാഹുവിൻ്റെ റുബൂബിയത്തിനെയും നബിയുടെ റിസാലത്തിനെയും നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. وذلك مناف للتوحيد والعقيدة, തൗഹീദിന് വിരുദ്ധമാണ്, വിശ്വാസകാര്യങ്ങൾക്ക് വിരുദ്ധമാണ്. ولو لم يقصد حقيقة الاستهزاء, യഥാർത്ഥ പരിഹാസം അവൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും ശരി, നബിനെ മോശമാക്കാൻ വിചാരിച്ചതല്ല, പക്ഷെ ആ വാക്കാണ് വന്നുപോയത്, എന്നാൽ പോലും അത് കുഫറിൻ്റെ വചനമാണ്. വമിൻ ഹാദൽ ബാബി, ഇതിൽപ്പെട്ടു തന്നെ ഇതേ ഗണത്തിൽപ്പെട്ടതാണ് അൽ ഇസ്തിഹ്സാഉ ബിൽ ഇൽമി വ അഹ്ലിഹി, അറിവിനെയും അറിവിൻ്റെ ആളുകളെയും പരിഹസിക്കുക. അറിവിനെ പരിഹസിക്കുക, ഓല് കുറേ കിതാബ്, ഓല് കുറേ വലിയ ഇൽമിനെ പരിഹസിക്കുക, അത് പറ്റില്ല. ഇൽമിനെ പരിഹസിക്കാൻ പാടില്ല, ഇൽമിൻ്റെ ആളുകളെയും പരിഹസിക്കാൻ പാടില്ല. വഅദമി ഇഹ്തിറാമിഹിം, അവരെ ആദരിക്കാതിരിക്കുക. അവൽ വഖീഅത്തി ഫീഹിം, അവരെക്കുറിച്ച് മോശമായി പറയുക. മിൻ അജ്ലിൽ ഇൽമില്ലദി യഹ്മിലൂനഹു, അവരിലുള്ള ഇൽമ കാരണമായി, വേറെന്തെങ്കിലുമല്ല, അവരുടെ ഇൽമ കാരണമായി അവരെ പരിഹസിക്കുന്നു, അതിൻ്റെ പേരും പറഞ്ഞിട്ട് പോലെ ചെറുതാക്കുന്നു, ആ അറിവിനെ മൊത്തം കൊച്ചാക്കുന്നു. അതൊക്കെ ഇതിൻ്റെ ഭാഗം തന്നെയാണ്. എല്ലാം വലുതാ ശേഷം വരുന്നുണ്ട്. വക്കൗനിലാലിക കുഫ്റൻ, അത് കുഫ്റാൻ എങ്ങനെയാണ്? വലൗ ലം യഖ്സുദ് ബി ഹഖീഖത്തി ഇസ്തിഹ്സാഇ, ശരിയായ പരിഹാസം ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും ശരി ഇത് കുഫ്റാണ് എന്നതും ഇതിൻ്റെ ഭാഗം തന്നെയാണ്. ലിഅന്ന ഹഉലാഇ നസലത് ഫീഹിൽ ആയാത്ത്, കാരണം ഈ ആയത്തുകൾ ആരിലാണോ ഇറങ്ങിയത് അവർ ജാഉ മുഅ്തരിഫീന ബിമാ സദറ മിൻഹും, അവർ നബിയുടെ അടുത്ത് വന്നല്ലോ, നബി തമാശ പറയാൻ നബിയെ, വെറുതെ പറയാൻ നബിയെ എന്ന് പറഞ്ഞ് കുറ്റം ഏറ്റുപറഞ്ഞുകൊണ്ട് വന്നു. അവർ മുഅ്തദിരീന, അവർ ഉദ്ർ ബോധിപ്പിച്ചുകൊണ്ട് വന്നു. ബിഖൗലിഹിം ഇന്നമാ കുന്നാ നഖൂദു വനൽഅബു എന്നും പറഞ്ഞവർ വന്നു. ഞങ്ങൾ തമാശ പറഞ്ഞതാണ്, കളിയായി പറഞ്ഞതാണ് നബിയെ എന്ന് തങ്ങളുടെ ന്യായം സ്ഥാപിക്കാൻ വേണ്ടി അവർ നബിയുടെ അടുത്ത് വന്നു. ഐ ലം നഖ്സു ഇസ്തിഹ്സാഅ വതക്രീബ, ഞങ്ങൾ പരിഹസിക്കാനോ കളവാക്കാനോ ഉദ്ദേശിച്ചതല്ല. വഇന്നമാ ഖസദ അൽ-ലഅബ, ഞങ്ങൾ കളിയായി മാത്രം ചെയ്തതാണ്.
എന്ന് പറഞ്ഞുകൊണ്ട് അവർ വന്നു. വല്ലഅബു ലിദ്ദുൽ ജദ്ദി, ലഅബ് ശരിക്കെന്താണ്? ശരിയായ പരിശ്രമത്തിനെതിരാണ് കളി. അതിന് കാര്യമില്ലല്ലോ, കാര്യത്തിനെതിരാണ് കളി എന്നുള്ളത്. അപ്പം ഞങ്ങൾ കാര്യമായി പറഞ്ഞതല്ല, കളിയായി പറഞ്ഞതാണ് എന്നവർ വന്ന് പറയുന്നു. പക്ഷേ ഫഅഖ്ബറഹുമുല്ലാഹു, അല്ലാഹു അവരോട് പറഞ്ഞു, അലാ ലിസാനി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ നാവിലൂടെ അല്ലാഹു അവരെ അറിയിച്ചു, അന്ന ഉദ്റഹും ഹാദാ ലാ യുഗ്നി മിനല്ലാഹി ശൈആ, അവരെ ഈ ഒഴികഴിവൊന്നും അള്ളാഹുവിൻ്റെ പക്കൽ ഒന്നും ഒരു സ്വീകാര്യവുമല്ല എന്ന് അല്ലാഹു അറിയിച്ചു. ലാ തഅ്തദിറൂ, നിങ്ങൾ ഉദ്റ് പറയേണ്ടതില്ല, മാപ്പില്ല എന്നാണ്, നിങ്ങൾ എക്സ്ക്യൂസും പറയേണ്ടത്. അപ്പം അവർ വന്ന് പറഞ്ഞ നബി ഞങ്ങൾ പരീക്ഷിച്ചതല്ല, കളവാക്കിയതല്ല, തമാശ പറഞ്ഞതാണ്. അല്ലാഹു പറഞ്ഞെന്താണ്? നിങ്ങളെ ഒരു ഒഴികഴിവും പറയേണ്ടതില്ല. ഫഖദ് കഫർതും, നിങ്ങൾ അവിശ്വാസികളായി മാറിയിരിക്കുന്നു. അപ്പം അതിൽ നിന്ന് വ്യക്തമാണ്, ഒരാൾ അള്ളാഹിനെ പരിഹസിക്കാൻ ഉദ്ദേശിച്ചതല്ല, നബിയെ മോശമാക്കാൻ ഉദ്ദേശിച്ചതല്ല, പക്ഷെ അങ്ങനത്തെ പദപ്രയോഗം പ്രയോഗിച്ചു പോയി. അനക്കുണ്ടൊരു അള്ളി റസൂലും ആൾക്കാർ പറഞ്ഞതൊക്കെ എന്തേലും പറയുമ്പോൾ അതൊക്കെ എന്താണ് പരിഹാസത്തിൻ്റെ, ഓൻ പരിഹസിക്കാൻ വിചാരിച്ചതാവില്ല, 5 ഹദീസ് കൊണ്ടുപോയിക്കുക അവിടുന്ന് പറയും. അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അതൊക്കെ ഈമാനിന് വിരുദ്ധമാണ്, തൗഹീദിന് വിരുദ്ധമാണ്. ഇല്ല, അത് വേറെ, അത് നീക്കൊരില്ല. എന്നുവെച്ചത് ഹറാമാണ് തെളിവ് കൊടുക്കുമ്പോൾ എനിക്കുണ്ട് എന്ത് പറഞ്ഞാലും ആയത്തദീസും എനിക്കത് ആവശ്യമില്ല, എനിക്കങ്ങനെ ആയത്തൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ അത് പരിഹാസമാണ്, അത് പറ്റില്ല. അപ്പം ഇങ്ങനത്തെ പദപ്രയോഗങ്ങളൊക്കെ യുനാഫി അത്തൗഹീദ്, തൗഹീദിന് എതിരാണ്. വഅന്നഹും കഫറു ബഅദ ഈമാനിഹിം, അവരൊക്കെ ഈമാന് ശേഷം കുഫ്റിലേക്ക് പോയിരിക്കുന്നു. ബിഹാദിഹിൽ മഖാല, ഈ വാക്കുകൊണ്ട്, അല്ലത്തി ഇസ്തഹ്സഉ ബിഹാ, അവർ പരിഹാസത്തിൽ ഉപയോഗിച്ച ആ പദപ്രയോഗം, ആ പദപ്രയോഗം കൊണ്ട് തന്നെ അവർ അവിശ്വാസികളായിരിക്കുന്നു എന്നല്ല പറഞ്ഞു ഇവിടെ. വലം യഖ്ബൽ ഇഅ്തിദാറഹും, അവരെ ഒഴികഴിവിനെ അല്ലാഹു തആല സ്വീകരിച്ചില്ല, എക്സ്ക്യൂസിനെ അല്ലാഹു സ്വീകരിച്ചില്ല. ബിഅന്നഹും ലം യകൂനു ജാദ്ദീന ഫീ ഖൗലിഹിം, അവിടെ ആ വാക്ക് അത് കാര്യമായി പറഞ്ഞതല്ല എന്ന അവരെ ഒഴികഴിവിനെ അല്ലാഹു തആല അംഗീകരിച്ചില്ല, അത് സ്വീകരിച്ചില്ല. വഇന്നമാ ഖസദു അൽ-ലഅബ, കളിയായി മാത്രം ഉദ്ദേശിച്ചതാണ് എന്നതിനും സ്വീകരിച്ചില്ല. വലം യസിദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഇജാബത്തിഹിം അലാ തിലാവത്തി ഖൗലില്ലാഹി തആല, എന്ന് മാത്രമല്ല അവർ ഈ ന്യായവാദം പറയുമ്പോഴൊക്കെ നബിതങ്ങൾ ഈ ആയത്ത് ഓതുക മാത്രമാണ് ചെയ്തത്, വേറെ ഒന്നും പറഞ്ഞത് പോലുമില്ല. ഇബ്നു ഉമർ പറഞ്ഞല്ലോ, അയാൾ ആ ഒട്ടകത്തിലെ കയറും പിടിച്ചിങ്ങനെ ഇത് പറയുന്നു, നബി തിരിഞ്ഞു നോക്കുന്നില്ല, നബി മറ്റൊന്നും പറയുന്നുമില്ല, നബി ഈ ആയത്ത് ഇങ്ങനെ ഓതിക്കൊടുക്കുന്നു. അപ്പോൾ അത് അപ്പുറത്തേക്കൊന്നും പറയാനില്ല അർത്ഥം. കുറേ പറയുമ്പോഴാണ് എന്നാൽ പിന്നെ ആയിക്കോട്ടെ തമാശക്കാണല്ലേ ഒന്ന് നോക്കട്ടെ, ഇല്ല, നബി ഒന്നും പറയുന്നില്ല, നബി ആകെ ഈ ആയത്ത് ഇങ്ങനെ ഓതുന്നു. അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ ലാ തഅ്തദിറു ഖദ് കഫർതും ബഅദ ഈമാനിക്കും എന്ന ആയത്ത് ഓതുകയല്ലാതെ നബി തങ്ങൾ മറ്റൊന്നും ചെയ്തില്ല. അപ്പോൾ അവരെ ആ ഒരു ന്യായവാദം അംഗീകരിച്ചില്ല, ഒരിക്കലും മാപ്പ് കൊടുക്കാമെന്ന് പറഞ്ഞില്ല. ആയിക്കോട്ടെ നിങ്ങൾ പിന്നെ വരി, നിങ്ങൾക്കൊന്ന് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ നോക്കട്ടെ, അതൊന്നും പറഞ്ഞിട്ടില്ല. നബി ഈ ആയത്തുകൾ ഓതുന്നു, ഒന്നുകൂടെ പറയണ്ട, നിങ്ങൾ അവിശ്വാസികളായിരിക്കുന്നു, ഒരു ന്യായവും പറയേണ്ടതില്ല എന്ന ആയത്ത് നബി തങ്ങൾ ഓതിക്കൊടുക്കുന്നു. കാരണം ഇതൊക്കെ ലാ യദ്ഖുലുൽ മസ്ഹു വൽ ലഅബ്, ഇതൊന്നും കളി തമാശക്ക് വകുപ്പുള്ളതല്ല. ചരിതിൽ നമുക്ക് തമാശ പറ്റില്ല, തമാശ പറ്റുന്ന ഏരിയുണ്ട്, ചില മേഖലകളിൽ തമാശക്ക് സ്ഥാനമില്ല. അള്ളാഹിനെ പറ്റി പറയുന്നിടത്ത്, നബിയെക്കുറിച്ച് പറയുന്നിടത്ത്, ഖുർആനെ കുറിച്ച് പറയുന്നിടത്തൊന്നും തമാശക്ക് അവിടെ സ്കോപ്പില്ല. അവിടെ തമാശ പറഞ്ഞാലും അത് കാര്യമായി തന്നെയാണ് കണക്കാക്കുക. ആ തമാശ പറയാൻ ഈമാനുള്ളവന് കഴിയൂല, ഉള്ളിൽ തഖ്വയില്ലാത്തതുകൊണ്ടാണ് തമാശയിട്ട് പുറത്തേക്ക് വരുന്നത്. ഈമാനുള്ളവനാണെങ്കിൽ നബിയെ പറ്റി അള്ളാഹിനെ പറ്റുന്ന അങ്ങനത്തെ ഒരു പദപ്രയോഗം നിർവഹിക്കുകയില്ല. ഇവിടെ ബാധ്യത എന്താണ്? ഇത്തരം കാര്യങ്ങൾ ആദരിക്കുക, ബഹുമാനിക്കുക, അതാണ് ബാധ്യത. അവിടെ തമാശ പറയാൻ പറ്റിയ സംഗതിയല്ല. അള്ളാഹിന്റെ ആയത്ത് കേൾക്കുമ്പോൾ അവൻ ഭക്തി കാണിക്കണം. ഈമാനം ബില്ലാഹി വറസൂലിഹി, അള്ളാഹിനെ വിശ്വസിച്ചുകൊണ്ട്, റസൂലിനെ വിശ്വസിച്ചുകൊണ്ട് അള്ളാഹിന്റെ ആയത്ത് കേൾക്കുമ്പോൾ അതിലേക്ക് ഭക്തി കാണിക്കാൻ വേണ്ടത്.
ഈമാന. അള്ളാഹിനെ പറ്റി പറയപ്പെട്ടാൽ അവർക്ക് കൽബ് ബേജാറാവുന്നു, പേടിയുണ്ടാകുന്നു. ആയത്ത് ഓതി കൊടുത്താൽ ഈമാൻ വർദ്ധിക്കുന്നു. അല്ല ആയത്ത് കേൾക്കുമ്പോൾ ആയത്തിനെ ചാടിക്കടന്നു പോവുക, അതിനെ മറികടക്കുക, അതിനെ പരിഹസിക്കുക, അതൊന്നും വിശ്വാസം ചെയ്യുന്ന പണിയല്ല. കളി തമാശ ഏർപ്പെടുന്നിടത്തൻ ഇതിനെ കുറവാക്കുന്നവരാകുന്നു. തമാശക്ക് പറഞ്ഞാലും ശരി, അള്ളാഹു റസൂലിൻ കളിയാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ആ ഗൗരവത്തെ അവൻ കുറയ്ക്കുകയാകുന്നു. അതുകൊണ്ട് അതിനവിടെ ചാൻസ് ഇല്ല. അതുകൊണ്ട് നമ്മളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ദീനിൻ്റെ മതചിഹ്നങ്ങൾ, ഷിആറുകൾ, അതിൽ ഒന്നിനെയും നമ്മൾ പരിഹസിക്കാൻ പാടില്ല. നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും അത് ദീനിനോട് സ്നേഹവും ദീനിൻ്റെ സംഗതിയോട് ബഹുമാനവും ആദരവും അതാണ് വേണ്ടത്. അല്ലാതെ ദീനിനെയും ദീനിൻ്റെ ചിഹ്നങ്ങളെയും പരിഹസിക്കുക, കുറവാക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഉദ്ദേശമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ പോലും കാര്യമില്ല. നിസ്കാരത്തിനെ കളിയാക്കുക, നോമ്പിനെ കളിയാക്കുക, വാജിബ് നോമ്പ് വെക്കുന്നുണ്ടാവും, അതുകൊണ്ട് കാര്യമില്ല. നിസ്കരിക്കുന്നുണ്ടാവും, പള്ളിയിലുണ്ട്, പക്ഷേ നിസ്കാരത്തിന് ഒരു പുച്ഛമാണ്, നിസ്കരിക്കാൻ വരും, അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് പ്രയോജനമില്ല. അത്തരം കാര്യങ്ങളെയൊന്നും നിഷേധിക്കാൻ പാടില്ല, പരിഹസിക്കാൻ പാടില്ല. ഖാല ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് യർഹമുല്ലാ. ഇനി മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഈ വിഷയത്തെ പറഞ്ഞൊരു ഒരു ഭാഗം, അൽ ഖൗലു സ്വരീഹു ഫിൽ ഇസ്തിഹ്സാഇ ഹാദാ മാ ശാബഹു. മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഈ വിഷയം വിശദമായി അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ അദ്ദേഹം പറയാണ്, قال الشيخ محمد عبد الوهاب رحمه الله القول الصريح في الاستهزاء هذا ما شابهه. നബിയെ പരിഹസിക്കുക, അള്ളാഹിനെ പരിഹസിക്കുക പറഞ്ഞാൽ അതിനുള്ള ഖൗലുൻ സ്വരീഹ്, വ്യക്തമായി പരിഹസിക്കുന്ന പദപ്രയോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഹാദാ ഈ സംഭവം പോലെയാവുന്നു, വമാ ഷാബഹു അതിനോട് തുല്യമായതും. ഇതൊക്കെ എന്താണ്? ഇസ്തിഹ്സാ ആണ്. ഈ മുനാഫിഖ് പറഞ്ഞ പോലുള്ള വർത്തമാനങ്ങൾ, സമാനമായ സംസാരങ്ങൾ, അതൊക്കെ ഖൗലുൻ സ്വരീഹാണ്, വ്യക്തമായി പരിഹാസ വചനങ്ങളാണ്. വഅമ്മൽ ഫിഅലു സ്വരീഹ്, ഖൗല് കൊണ്ട് മാത്രമല്ല ഫിഅല് കൊണ്ടും ഇസ്തിഹ്സാ വരും. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയപ്പെടുമ്പോൾ ഓൻ ചില ഗോഷ്ഠികൾ കാണിക്കുക, ഒന്നും വേണ്ടിയിട്ടില്ല, അതിനെ കുതിരാക്കാൻ രൂപത്തിലുള്ള ചില ആംഗ്യങ്ങൾ കാണിക്കുക, ഇതൊക്കെ എന്താണ്? ഇസ്തിഹ്സാ ആണ്. തൊള്ളോണ്ട് പറയണമെന്നില്ല, വായുകൊണ്ടും പരിഹസിക്കണമെന്നില്ല, ഫിഅലുൻ സ്വരീഹ് ഉണ്ടാകും. അതെന്താണ്? ഫമിസ്ല മദ്ദി ശഫഖ, ചുണ്ടിങ്ങനെ നീട്ടുക, വഇഖ്റാജിൽ ലിസാൻ, നാവിങ്ങനെ പുറത്തേക്ക് ഇടുക, വഗംസിൽ ഐനി, കണ്ണുകൊണ്ടിങ്ങനെ പിന്നെ എന്ത് ചെയ്യുക? കണ്ണിറുക്കുക. വമാ യഫ്അലുഹു കസീറുൻ മിനൻ നാസ്, അധികം ആളുകളും ചെയ്യുന്ന അത്തരം പരിഹാസത്തിൻ്റെ ചില ശൈലികൾ, അതൊക്കെ അള്ളാഹ്ക്ക് നേരെ, റസൂലിന് നേരെ, ആയത്തുകൾക്ക് നേരെ, സുന്നത്തിന് നേരെ കാണിച്ചാൽ അതും ഇസ്തിഹ്സാ തന്നെയാകുന്നു. അപ്പം നാവുകൊണ്ട് പറയൽ മാത്രമല്ല, സാധാരണ നമ്മൾ ഒരാളെ കുതിരാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില കാട്ടിക്കൂട്ടലുകൾ, ആ ചേഷ്ടകളൊക്കെ എന്താണ്? ഇസ്തിഹ്സാഇൻ്റെ ഭാഗം തന്നെയാണ്. ഇന്ദൽ അംരി ബിസ്സലാത്തി വസ്സക്ക, നിസ്കരിക്കാൻ കൽപ്പിക്കുമ്പോൾ, സക്കാത്ത് കൊടുക്കാൻ വരുമ്പോൾ അതിലൊക്കെ കൊച്ചാക്കുന്ന രൂപത്തിലുള്ള ചില കാട്ടിക്കൂട്ടലുകൾ ആളുകൾ ചെയ്യും. കണ്ണോണ്ടിങ്ങനെ കണ്ണെടുക്കിയിട്ടാകും അതേപോലെ നിസ്കാരം എന്ന രൂപത്തിൽ കണ്ണോണ്ടിങ്ങനെ നമ്മൾ കണ്ണുമെടുക്കാമല്ലോ, ആ വക കാട്ടലൊക്കെ ആളുകൾ ചെയ്യുന്നുണ്ട്. ഫകൈഫ ബിത്തൗഹീദ്, അപ്പോൾ തൗഹീദിനെ പരിഹസിച്ചാൽ പിന്നെന്തായിരിക്കും? നിസ്കാരത്തിനെ പരിഹസിച്ചാൽ തന്നെ ഇസ്തിഹ്സാ ആണ്, സക്കാത്തിനെ പരിഹസിച്ചാൽ ഇസ്തിഹ്സാ ആണ്. അപ്പോൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക പറയുമ്പോൾ ആ കാട്ടിക്കൂട്ട് കൊണ്ടുവരണമെങ്കിലോ ഇതിനേക്കാളും ഗൗരവമാകുന്നു. ഇൻതഹ. മുഹമ്മദ് വഹാബിൻ്റെ വാചകം അവിടെ കഴിഞ്ഞു. വമിസ്ലു ഹാദൽ ഇസ്തിഹ്സാഇ, ഇത് ഈ ഇസ്തിഹ്സാ പോലെ തന്നെയാകുന്നു, ഈ പരിഹാസം പോലെ തന്നെയാകുന്നു. വമിസ്ലു ഹാദ, ഇതുപോലെ തന്നെയാകുന്നു അൽ ഇസ്തിഹ്സാഉ ബിസുന്നത്തി സാബിതത്തി അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന സുന്നത്തിനെ പരിഹസിക്കലും ഇതുപോലെ തന്നെയാണ്. നബിതങ്ങൾ പഠിപ്പിച്ചെന്ന് ഉറപ്പാണ്, ഹദീസ് ഉണ്ടെന്ന് ഉറപ്പാണ്, അത് സുന്നത്തിൽപ്പെട്ട കാര്യമാണ് ഉറപ്പാണ്. ഓൻ ചെയ്യേണ്ടോ വലിയ വളരെ കാര്യം, ഓന് ചെയ്യാതിരിക്കാൻ പോലെ ന്യായം ഉണ്ടാവും, അവൻ ന്യായമില്ലാതിരിക്കാം. പക്ഷേ നബിതങ്ങൾ പഠിപ്പിച്ച കാര്യമാണെന്ന് ഉറപ്പുള്ള കാര്യം അതിനെ പരിഹസിക്കലും ഈ ഇസ്തിഹ്സാ തന്നെയാണ്. ഏതുപോലെ താടി സമൃദ്ധമാക്കുന്നതിനെ കളിയാക്കുന്നവരെ പോലെ. അറിവെങ്കിൽ ഓക്കെ, താടി സമൃദ്ധമാക്കി നബിനെ സ്ഥിരപ്പെട്ട ഒന്ന് കാര്യമാണ്, അത് സുന്നത്താണ് എന്ന് അറിഞ്ഞുകൊണ്ട് സംഗതി ഹദീസൊക്കെ ഉണ്ടാവും, സുന്നത്തൊക്കെ തിന്നാലും വേണ്ടില്ല, എനിക്ക് ഒരു കോലത്തിലായിരുന്നൂടെ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നബി തങ്ങളെ പഠിപ്പിച്ചത് കോലമില്ലാത്തതാണെന്നല്ലേ.
അതും ഇതുപോലെ തന്നെയാവുന്നു. നബിചര്യ ഇവിടെ സുന്നത്താണ് നബിചര്യ എന്നുള്ളതാണ്. അതിൽ വാജിബ് ഉണ്ടാവും, സുന്നത്തുണ്ടാവും, ഒക്കെ ഉണ്ടാവും. നബിതങ്ങൾ പഠിപ്പിച്ച, നബിതങ്ങൾ അംഗീകരിച്ച ഏത് കാര്യവും അതും ഇസ്തിഗ്സാ ആണ്. വഖസ്സിശ്ശവാരിബി മീശ വെട്ടത് പോലെ, ഔ യസ്തഹ്സു ബിസ്സിവാക്കി മിസ്വാക്കിനെ പരിഹസിക്കും പോലെ. അപ്പം നിർബന്ധ കാര്യമൊന്നുമില്ലല്ലോ. ഒരുത്തങ്ങനെ പല്ലേക്കുമ്പോൾ ഓനിങ്ങനെ ഏതായാലും ഇങ്ങനെ പല്ലേച്ചുകൊണ്ട് അവൻ വലിയ സുന്നത്തിൻ്റെ ആള്, അത് പറ്റൂല. ഓനെ വെയിങ്ങനെ തേക്കണ്ട. അതെ, അൽബേൾ കളിക്കലുണ്ടല്ലോ. അൽബേൾ കളിക്കാൻ പലപ്പോഴും നമ്മൾ ആളുകൾ ഉപയോഗിക്കുന്നത് ഓരിങ്ങനെ അത് കീശിട്ടാണ് ഇങ്ങനെ വഴുതി കൊടുക്കുന്നതാണ്. അത് നബിതങ്ങളുടെ ഒരു മാതൃകയാണ്. എല്ലാ സമയത്തും നബിക്ക് ഇഷ്ടമായിരുന്നു മിസ്വാക്ക് ചെയ്യാൻ. അപ്പോൾ അത്തരം അത് നബി ചര്യയാണ്, നബി പഠിപ്പിച്ചതാണ് എന്ന് ബോധ്യപ്പെട്ടൊരു കാര്യം എനിക്ക് താഴെ വസ്ത്രം പോകുമ്പോൾ, എനിക്ക് മേലെ വസ്ത്രം എടുക്കുമ്പോൾ ഇങ്ങനെ തുടങ്ങി സ്ഥിരപ്പെട്ട ഏതു കാര്യത്തെ പരിഹസിക്കൽ അതും ഇതുപോലെ തന്നെയാവുന്നു. കല്ലരി ഔ ഗൈരിദാലിക അല്ലാത്തതും. വകൽ ഇസ്തിഹ്സാഇ ബിൽ അംരി ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകരി, നന്മ കൽപ്പിക്കൽ തിന്മ വിരോധിക്കൽ അതിനെ പരിഹസിക്കുക. ദൈവത്തെ നടത്തുമ്പോൾ ഒരു പോർച്ചനെ വിമാറിയിരിക്കുന്നത് ഒരു പണ്ട് നടത്തി ദൈവത്തെ പടമടക്കാൻ ശരിയാക്കി എടുക്കാൻ എന്ന് പറഞ്ഞ് പരിഹസിക്കുക. ഇതൊക്കെ ദീനിനെ പരിഹസിക്കൽ തന്നെയാകുന്നു. അപ്പം ഇങ്ങനെയുള്ള വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മതത്തിൽ സ്ഥിരപ്പെട്ട വല്ലതിനെയും മതചിഹ്നങ്ങളെയും ഒക്കെ പരിഹസിക്കുന്ന വാക്ക് പ്രവർത്തികൾ അതൊക്കെ തൗഹീദിന് വിരുദ്ധമാണ്, ഈമാന് വിരുദ്ധമാണ്, അത് കുഫ്റാകുന്ന കാര്യമാണ് എന്ന് ഈ ആയത്തിൽ നിന്ന് സമാനമായ സംഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. കുഫ്റാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. വല്ലാഹു അഅലം. ഇനി വിശദമായ ഒരു ചരിത്രം പറയാണ്. നേരത്തെ പറഞ്ഞ മുനാഫിക്കളുടെ സംഭവം പോലെ തന്നെ ഉണ്ടായ മറ്റൊരു സംഭവം. ഇതേപോലെ വേറെ ചില മുനാഫിക്കൾ സംസാരം മധ്യ നബിയും സഹാബികളെ മോശമാക്കി പറഞ്ഞതും അതിന് നബിതങ്ങൾ പ്രതികരിച്ചതുമായ ഒരു സംഭവമാണ് ശേഷം പറയുന്നത്. അതിന് നമുക്ക് അടുത്ത ഫുൾ എടുക്കാം. എന്നിട്ട് പിന്നെ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അത് വെച്ചുകൊണ്ട് പറഞ്ഞ ഒരു വിശദമായ അധ്യാപനവും ശേഷം കൊടുക്കുന്നുണ്ട്. എടുക്കണ ഫുൾ എടുക്കാം. അത് അടുത്ത പേജ് വരെയാണ് പോകണം. പിന്നെ അവിടെ ഇനിയിപ്പോൾ സ്റ്റോപ്പുള്ളൂ. അപ്പോൾ ഏതായാലും നമ്മളൊക്കെ പൊതുവെ ജീവിതത്തിൽ വന്നു പോകുന്ന അറിഞ്ഞോ അറിയാതെയോ ഒക്കെ പലപ്പോഴും പറയുന്ന കേൾക്കുന്ന പ്രയോഗങ്ങളാണ് ഇതൊക്കെ. സാധാരണക്കാരെ പ്രത്യേകിച്ചും അവർക്കിപ്പോൾ അത് ഗൗരവമൊന്നും അറിഞ്ഞോളുന്നില്ല. എന്നാലും പല വിഷയത്തിലും ദീൻ അങ്ങനെ ഉണ്ടല്ലോ, ഖുർആൻ ഇങ്ങനെ ഉണ്ടല്ലോ, ഹദീസ് ഇങ്ങനെ ഉണ്ടല്ലോ ഒക്കെ പറയുമ്പോൾ അവിടെയൊക്കെ ഖുർആനെ പോലും ചിലപ്പോൾ തള്ളിക്കളയുന്ന രൂപത്തിലുള്ള പദപ്രയോഗങ്ങൾ ആളുകൾ നടത്താറുണ്ട്. ഹദീസിനെ മൊത്തം പരിഹസിക്കുന്ന സംസാരങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇനി വ്യക്തമായി തന്നെ ഓരോ ഹദീസ് എടുത്തുകൊണ്ട് തന്നെ ആ ഹദീസിനെ പരിഹസിക്കുന്ന, അതിനെതിരെ നമ്മുടെ നാട്ടിലൊക്കെ നാടകം സിനിമ ഇറക്കിയ മനുഷ്യന്മാരുണ്ട്. അവർക്ക് പെട്ടാണ് ഹദീസ് സ്ഥിരപ്പെട്ട സംഗതിയെ പരിഹസിച്ചുകൊണ്ട് സിനിമ നടത്തിയ മനുഷ്യന്മാർ, നാടകം അഭിനയിച്ച ആളുകൾ. അത് ഹദീസ് ഉറപ്പാണ്, ഹദീസാണ്, ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്, മുസ്ലിം ഉമ്മത്ത് അംഗീകരിച്ച് മുതൽക്ക് അറിയാം. എന്നിട്ട് പോലും അതിൻ്റെ ഉള്ളടക്കത്തെ ഇവിടെ അഭിനയിച്ച് കാണിച്ച് പരിഹസിച്ച മനുഷ്യന്മാരുണ്ട്. തൊട്ടിലേക്കറിയണം എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഇമാം ബുഖാരിയെപ്പോലും ആക്ഷേപിച്ചു. അതിൻ്റെ പേര് ഈ വക ഹദീസ് ഉദ്ധരിച്ചുവെന്ന ഒറ്റക്കാരണത്താൽ വലിയ വലിയ മുഹദ്ദിസീങ്ങളെപ്പോലും പരിഹസിച്ച ആളുകൾ, കിതാബുകളെ പരിഹസിക്കുന്നവർ, ഇൽമിനെ പരിഹസിക്കുന്നവർ, പണ്ഡിതന്മാരെ പരിഹസിക്കുന്നത് ബൽക്കിഷ്ടമില്ലാത്ത എന്തെന്ന് പറഞ്ഞിട്ടുണ്ടാവും. മുർത്തസിയ കാലത്തുണ്ട്. മുർത്തസിയാക്കളുടെ കാലത്താണ് തുടങ്ങിയത്. അവരാണ്, ഷിയാക്കളും ഖവാരിജികളും ഉണ്ട്. മുർത്തസിയാക്കളാണ് ഇത്ര ഇതിനൊരു ഊടുംപാവും നൽകി അതിനെ ഒരു രൂപത്തിലേക്ക് കൊണ്ടുവന്നത് അവരാകുന്നു. അത് ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടാണെങ്കിൽ അതിന് പെടും എന്ന് പറയാം. അപ്പം ഇത് ഇങ്ങനെയൊക്കെ ഇതുമായി ദീനുമായി ബന്ധപ്പെട്ട സംഗതിയെ, പള്ളികളെ പരിഹസിക്കുക ഒക്കെ ഇതിന് ഭാഗം തന്നെയാണ്. ഇൽമിനെ പരിഹസിക്കുക, ഇതൊക്കെ ഈ ഇസ്തിസാഉ ബിദ്ദീൻ എന്നതിൻ്റെ വിശാലാർത്ഥത്തിൽ അതെല്ലാം ഉൾപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ അവർക്ക് സൂക്ഷ്മത നമ്മൾ പാലിക്കുക. നമ്മളെ ഈമാൻ തെറ്റി പോകാൻ നമ്മൾ മറ്റൊന്നും പറഞ്ഞില്ല. നമ്മളെ പറ്റി ആലോചിക്കുക. നമ്മളെ പദപ്രയോഗങ്ങളിൽ ഇങ്ങനെയൊക്കെയുള്ള പദങ്ങൾ, പ്രത്യേകിച്ച് സ്വഹാബിമാരെ, ഇന്നത്തെ കാലത്തൊക്കെ വളരെ മോശമായിട്ട് സ്വഹാബിമാരെയും ഹദീസുകളെയും ഒക്കെ ആ രൂപത്തിൽ അവതരിപ്പിക്കുന്നതാണ് ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പല മനുഷ്യന്മാരും കാര്യമായ പണി ഓരോ ക്ലാസ്സിന് എന്തിനാണ്? ഓരോ സ്വഹാബികളെ മോശമാക്കാൻ വേണ്ടിയാണ്. ഓരോ ടോപ്പിക്കുന്നതാണ്. ഓരോ ക്ലാസ്സിലെ വിഷയം തന്നെ ഓരോ സ്വഹാബിമാരെ പറ്റി മോശമായി പറയുന്ന സബ്ജക്റ്റ് എടുത്തിട്ടാണ് പോലും അവതരിപ്പിക്കുന്നതിന്. അതൊക്കെ ഈമാനില്ല എന്ന ഏറ്റവും വലിയ തെളിവായി കണക്കാക്കാം. അല്ലാഹു അഅലം.
അധികവും. ഷിയാക്കളാണ് അങ്ങനെ കള്ളക്കഥകൾ പ്രചരിപ്പിച്ചു തുടങ്ങിയത്. ഇല്ലാത്ത കഥ ഉണ്ടാക്കിയ ആളെ ശമ്പളം കൊടുത്തിരുത്തിയിട്ട് വരെ കഥ ഉണ്ടാക്കിയ കാലം കഴിഞ്ഞ് പോയിട്ടുണ്ട്. ശമ്പളം കൊടുത്ത് ഔദ്യോഗികമായി ഇരുത്തുന്നവരോ ഇങ്ങനെ ഓരോ കഥ ഉണ്ടാക്കാൻ പറയാം. എന്നാൽ അത് ഓരോരുത്തരുടെ പേര് വെച്ച് കെട്ടിയിട്ട് പ്രചരിപ്പിക്കുക. ലക്ഷക്കണക്കായ കഥകളും ലക്ഷക്കണക്കായ ഹദീസുകളും ആദ്യകാലങ്ങളിൽ ഷിയാക്കളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അവരെ വാദം സ്ഥാപിക്കാനും അല്ലാത്തവരെ മോശാക്കാനും വേണ്ടി ഷിയാക്കൾ 23 ഗ്രൂപ്പാണ് മൊത്തത്തിൽ. അപ്പോൾ അവർ ധാരാളമായ അത്തരം കഥകൾ അന്നുണ്ടാക്കുകയും അതൊക്കെ അംഗീകൃതമായ കിതാബുകളിൽ പോലും കൂട്ടിച്ചേർത്തവരുണ്ട്. അന്ന് പ്രിൻറ്റിംഗ് ഒന്നും ഇല്ലല്ലോ. ഒരാൾ കിതാബ് എഴുതും, അദ്ദേഹം മരിച്ചു പോകും. ചിലപ്പോൾ 100, 200, 300 കൊല്ലം അതാ വീട്ടിലങ്ങനെ ഇരിക്കും, ആരും നോക്കാണ്ടാവില്ല. പിന്നെ ആരെങ്കിലും വന്നിട്ടെങ്കിൽ അതൊക്കെ തപ്പിപ്പിടിച്ച് കൊണ്ടുവരിക. അതിനിടയിൽ കൊണ്ട് തിരിച്ചു പോകുന്ന ഇത് ആ കാലത്ത് വ്യാപകമായിരുന്നതാണ്. പല പണ്ഡിതന്മാരുടെയും അയൽപക്കത്ത് പോയി താമസിച്ച മനുഷ്യന്മാരുണ്ട്. പണ്ഡിതന്മാർ അടുത്ത് പോയി താമസിക്കുക, അപ്പോൾ ബന്ധം സ്ഥാപിക്കാനോ. എന്നിട്ടിപ്പോൾ അവിടുന്ന് എഴുതി കൂട്ടാം, 4 പേജ് എഴുതി കൊണ്ടും ഇവിടെ നിന്നിട്ട് ഒപ്പര എഴുതി കിതാബുകൾ വെച്ചോണ്ട് പോകും. അന്ന് പാടൊന്നുമില്ല, ഒപ്പര കയ്യെഴുത്തലുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് 4 പേജ് തിരികെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 100, 200, 500 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ഈ കിതാബ് ആരെങ്കിലും എടുക്കുന്നത്. അപ്പോഴേക്കും ഈ പേജൊക്കെ അതിൻ്റെ ഭാഗമായി മാറി. അല്ലെങ്കിൽ പേജ് എടുത്തുകൊണ്ട് പോകുക, അതുണ്ടായിട്ടുണ്ട്. അതിൽ വെട്ടി തിരിച്ചുക, അതിൽ കൂട്ടിച്ചേർക്കുക, അതൊക്കെ ബോധപൂർവം ചെയ്ത് പിടിക്കപ്പെട്ടവരെ പോലും ചരിത്രത്തിലും പാടുമുണ്ട്. ഇങ്ങനെയൊക്കെ പണിയെടുത്തോലെ. അപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ എന്താണ്, ആ ഇമാമിൻ്റെ കിതാബിലുണ്ടതാണ്. ആ ഇമാമിൻ്റെ ഒരു ഉത്തരവാദിയും ആയിരിക്കില്ല. പക്ഷെ അത് തിരിച്ചറിയാൻ പോലും കഴിയില്ല. ഓരോ പോയി കല്യാണം കഴിച്ച ആളുകളുണ്ട്, പണ്ഡിതന്മാരത്ത് പോയി കല്യാണം കഴിക്കുക, ഓരോ കുട്ടികളെ കല്യാണം കഴിക്കുക. അപ്പം ഓരോനായല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇഷ്ടംപോലെ പരിയിൽ ഇടപഴകാൻ പറ്റും. എന്നിട്ട് ഈ വക പിന്നെ കുട്ടികൾ കാണിച്ചു പോരുക. അങ്ങനെയൊക്കെ ചെയ്ത പണി ഷിയാക്കൾ കാലത്ത് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പിടിക്കപ്പെട്ടു. കാരണം മറ്റു പലതുമായി യോജിക്കൂല. ആ ഇമാമിൻ്റെ എല്ലാ കിതാബ് എടുത്ത് നോക്കുമ്പോൾ ഇതിനാല് വിരുദ്ധമാണ്. അത് കാലത്ത് വ്യാപകമായിരുന്നു. ഇതിലേക്ക് കൂട്ടിച്ചേർക്കുക, ഇതിൽ പിന്നെ സ്വകാര്യമായി കരിഞ്ചന്തയായിട്ടേക്ക് കൂട്ടിച്ചേർക്കുന്ന പരിപാടി ഒരു കാലത്ത് അറിയപ്പെട്ട പണിയായിരുന്നു. ഇന്നിപ്പോൾ പ്രിൻറ്റിങ്ങും മറ്റുമൊക്കെ ഉണ്ട്. അപ്പോൾ കിതാബ് ഒറിജിനൽ അയക്കാം, പക്ഷെ ആ കിതാബിൽ ചില പേജുകൾ അധികമായി കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ടാവാം. ഇങ്ങനെയൊക്കെയുള്ള വഴികൾ. അതേപോലെ ഓരോ എഴുത്ത് ഏറ്റെടുക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായി. അവിടെ പോയി കൂടിയിട്ട് കുറച്ച് പ്രായമൊക്കെ ആകുമ്പോൾ ഞാൻ എഴുത്തരങ്ങൾ പറഞ്ഞാൽ മതി. അത് അപ്പോൾ അവർ പറഞ്ഞെടുക്കും, ഇവർ അങ്ങനെ എഴുതും. അപ്പോൾ നല്ല എഴുത്തുമാണ്. അപ്പോൾ വലിയ ആശ്വാസമായി പോയി, എൻ്റെ കുട്ടി വന്ന വലിയ ഉഷാറായി എന്ന് പറയും. സംഭവം 4 വരിയാൾ പറഞ്ഞെടുക്കുമ്പോൾ 4 വരി ഓൻ്റെ വക വേറെ എഴുതുണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള പണി ലോക ചരിത്രത്തിൽ കഴിഞ്ഞു പോയി. അപ്പോൾ നമ്മളിപ്പോൾ എടുക്കുമ്പോൾ ആ കിതാബുണ്ട്, ഈ കിതാബിലുണ്ടല്ലോ, കിതാബിലുണ്ടാവും. കിതാബിലുണ്ടെന്നുകൊണ്ട് മാത്രം അത് ശരിയായിക്കൊള്ളം എന്നില്ല. അംഗീകൃതമായ അഹ്ലുസുന്നയുടെ ചരിത്രം എഴുതിയ ഗ്രന്ഥങ്ങളിൽ പോലും ഇമാം തൊബരിയുടെ താരീഖിലടക്കം, താരീഖു തൊബരിയാണ് ഒരു കാലത്ത് ചരിത്രത്തിൽ വലിയ അവലംബം. അതിൽ വരെ ഇങ്ങനെ സ്ഥിരപ്പെടാത്ത കണ്ടമാനം കഥകൾ അതിൽ കാണാൻ കഴിയുന്നു. അതൊക്കെ അങ്ങനെ ഒരു കാലത്ത് ചരിത്രം മൊത്തം കൈകാര്യം ചെയ്തത് ഒരു പരിധി വരെ ഷിയാക്കളോ അവരെ ഏൽപ്പിച്ച ആളുകളോ ആയിരുന്നു. ആ സ്വാധീനം അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ പോലും അവരറിയാതെ കടന്നുകൂടിയത് എമ്പാടും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയേറെ കള്ളക്കഥകൾ ചില സ്വഹാബിമാരെക്കുറിച്ച്, അതേപോലെ നബി കുടുംബത്തെക്കുറിച്ച് ഒക്കെ ഇത്രയും മോശമായ കഥകൾ, മഹദിയെക്കുറിച്ച്, അതൊക്കെ അങ്ങനെ വന്ന കണ്ടമാനം കഥകൾ ഇങ്ങനെയൊക്കെ കയറിക്കൊണ്ടിട്ടുണ്ട്. ഏതായാലും നമ്മുടെ അഖീദയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനെയും റസൂലിനെയും അവൻ്റെ ആയത്തുകളെയും നബിയുടെ സ്വഹാബത്തിനെയും എല്ലാം ആദരിക്കലും ബഹുമാനിക്കലും ഒക്കെ ഈമാൻ്റെ പൂർത്തീകരണമാണ്, തഖ്വയുടെ ഭാഗമാണ്. അതിന് മോശമായ രൂപത്തിലുള്ള പദപ്രയോഗങ്ങൾ പോലും ചെയ്തികൾ പോലും ഈ തൗഹീദിന് അഖീദക്ക് വിരുദ്ധമായ കാര്യമാണ് എന്ന് കൂടി മനസ്സിലാക്കുക. വല്ലാഹു അഅലം. അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഇല്ല, സംരക്ഷിച്ചല്ലോ. അതൊക്കെ സംരക്ഷണം കിട്ടി, അതെല്ലാം പിടിക്കപ്പെട്ടു, അവിടെ ഫിൽട്ടർ ചെയ്യപ്പെട്ടു. എന്നിട്ടാണ് ഇബ്നു കസീർ റഹിമഹുല്ല അത് ബിദായത്തുൻ നിഹായ എഴുതിയതിന് കാരണം. ഇബ്നു കസീർ റഹിമഹുല്ല 18 വാള്യമുള്ള ചരിത്ര ഗ്രന്ഥം എഴുതി, അത് ബിദായത്തുൻ നിഹായ. അതിന് കാരണം ഇതാണ്, ലഭ്യമായ അഹ്ലുസുന്നയുടെ ചരിത്ര ഗ്രന്ഥങ്ങളിലെല്ലാം സ്ഥിരപ്പെടാത്തതോ വ്യാജമായതോ ആയ എമ്പാടും കഥകൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അവിടെ ശരിയായ ചരിത്രം ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കൽ ബാധ്യതയാണ്. ആ ബാധ്യത നിർവഹണമാണ് ഇത് നിർവഹിച്ച അൽ ബിദായത്തുൻ നിഹായ, 18 വാള്യമുള്ള ബൃഹത്തായ ചരിത്ര ഗ്രന്ഥം. അതിൽ ദഈഫായത് വളരെ കുറച്ചുണ്ട്, വളരെ അപൂർവം മാത്രം. ഏതാ ബാക്കിയെല്ലാം സ്ഥിരപ്പെട്ട സംഭവങ്ങൾ തന്നെയാണ്. മൊത്തം അതായത് റസൂലിൻ്റെ കാലം മുതൽ ഇബ്നു കസീറിൻ്റെ കാലം വരെ 700 കൊല്ലത്തെ മുസ്ലിം ചരിത്രം, 700 കൊല്ലത്തെ മുസ്ലിം. അത് ഓരോ വർഷട്ടതിന് കൊല്ലം 1, കൊല്ലം 2, കൊല്ലം 3 ഇട്ടിട്ട് ആ കൊല്ലം ഉണ്ടായ പ്രധാന സംഭവങ്ങൾ, ആ വർഷത്തിൽ മരിച്ച പ്രധാനപ്പെട്ട ആളുകൾ, അങ്ങനെ പിന്നെ 2-ാം കൊല്ലം, പിന്നെ 3-ാം കൊല്ലം, പിന്നെ 4-ാം കൊല്ലം, അങ്ങനെ വന്നിട്ട് ഇബ്നു കസീർ റഹിമഹുള്ളയുടെ കാലം 700 വരെയുള്ള 700 കൊല്ലത്തെ മുസ്ലിം ചരിത്രം മൊത്തം അദ്ദേഹം എഴുതി, 18 വാള്യങ്ങൾ.
അതിന് പഠിക്കാൻ പറ്റും. അതൊരു ബാധ്യത നിർവഹണം നിർവഹിച്ചത് തൻ്റെ ബാധ്യതയാണ് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം ചെയ്തൊരു വലിയ ദൗത്യമാണത്. അതേപോലെ ചരിത്രം എഴുതിയ മറ്റു പലരും ഇമാം ദഹബിയുടെ സിയർ ഇമാം ദഹബി അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേര് തന്നെ മുഅർരിഖുൽ ഇസ്ലാം എന്നാണ്. ഇസ്ലാമിൻ്റെ ചരിത്രകാരൻ മുഅർരിഖുൽ ഇസ്ലാം. അദ്ദേഹം എഴുതിയ സീറു അഅ്ലാമിൻ നുബല, നിപുണന്മാരായ ആളുകളുടെ ചരിത്രം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരുവിധം അഹ്ലുസുന്നയുടെ എല്ലാ ആളുകളുടെയും നേതാക്കന്മാരുടെയും ചരിത്രം എഴുതി. സ്വഹാബിമാരെ കുറിച്ച് പ്രത്യേകം കിതാബ് എഴുതി. ഇബ്നു ഹജർ അസ്ഖലാനിയുടെ പിന്നെ സ്വഹാബിമാരെ പറ്റിയുള്ള ഗ്രന്ഥമുണ്ട്. ഇതാണ് സ്വഹാബിമാരെ കുറിച്ച് മാത്രം ഇബ്നു അസ്ഖലാനി റഹിമഹുല്ലാ ബൃഹത്തായ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ഇത് ഓരോ സ്വഹാബിമാരെയും പരിചയപ്പെടുത്തി. ഫി മഅരിഫത്തി സ്വഹാബ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഗ്രന്ഥമുണ്ട്. അൽ ഇസ്വാബ ഫി മഅരിഫത്തി സ്വഹാബ, സ്വഹാബത്തിനെ കുറിച്ചുള്ള ചരിത്രം. ഉസ്തുൽ ഖാബ പിന്നെ സ്വഹാബിമാരെ പറ്റി മാത്രം എഴുതപ്പെട്ട ഗ്രന്ഥമാണ്. ഇങ്ങനെയൊക്കെയുള്ള സേവനങ്ങൾ പിന്നീട് വന്ന ആളുകളൊക്കെ ഇടക്കാലത്ത് ചെയ്തു വെച്ച് പോയി. നെല്ലും പതിനും വേർതിരിച്ച് ശരിയായ ചരിത്രം പഠിപ്പിച്ചു തന്നു. പിന്നെയും ആ പഴയ ഒരു വേർതിരിക്കപ്പെടാത്ത ചരിത്ര ഗ്രന്ഥങ്ങൾ അടിസ്ഥാനമാക്കി പോകേണ്ടതില്ല. അപ്പോൾ ഇമാം തൊബീയുടെ താരീഖ് അടക്കം അത്ര അവലംബനീയമല്ല ചരിത്രത്തിൽ. ഇമാം തൊബീൻ്റെ മോശം കൊണ്ടല്ല, അവർ കിട്ടിയ ചരിത്രമൊക്കെ ഇത്തരം ആളുകൾ പടച്ചുവിട്ട ചരിത്രമായിരുന്നു. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ അതൊക്കെ ശരിയാണെന്ന് വിശ്വസിച്ചുകൊണ്ടും എഴുതിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒഴിവാക്കിയിട്ട് ഇത്തരം ഗ്രന്ഥങ്ങളാണ് പിന്നീട് അതിന് അവലംബിക്കാനായി പഠിപ്പിക്കപ്പെട്ടത്. അല്ലല്ല, ചരിത്രം പൊതുവെ എല്ലാവരും അംഗീകരിക്കുന്ന ചരിത്ര ഗ്രന്ഥമാണ്. അതെ, പിന്നെ എല്ലാവരും അംഗീകരിക്കും. ഓക്കെ, അൽഹംദുലില്ലാഹ്, വല്ലാഹു അഅലം. ഇതെന്നും പഠിക്കുക, നമ്മളെ ഈമാൻ തെറ്റാക്കാനുള്ള പണികൾ ചെയ്യുക, റബ്ബിനോട് ദുആ ചെയ്യുക. വഫഖനല്ലാഹ്, ബറകല്ലാഹു ഫീനാ ജമീഅ. സുബ്ഹാനക്കല്ലാഹു ബിഹംദിക്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത, അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.